നേരം നമ്മുടെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ ലഭിക്കാത്ത ഭാഗ്യകരമായ അനുഭവമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് കീഴിൽ വരുവാൻ നമുക്ക് ലഭിച്ച ഈ അവസരം. ആമേൻ. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പല വിധങ്ങളിലും അതിൻ്റെ പല തെളിവുകളും നമ്മുടെ ചുറ്റും ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ച് നമ്മൾ സഭകളിലേക്ക് നോക്കുമ്പോൾ അത് വ്യക്തമായി കാണുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കുന്നത്. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി സഭയ്ക്കകത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമെന്നുള്ളത് നമ്മൾ സ്തോത്രം വചനങ്ങളിൽ നിന്ന് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്തോത്രം ഇന്ന് പകൽ നേരം നമ്മളുടെ ചിന്തയ്ക്കായിട്ട് ചില വചനഭാഗങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട്. കറണ്ടില്ല, അപ്പോൾ തന്നെ ചൂടുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും നമ്മൾ വിശ്വസ്തയോടെ നമ്മളായിരിക്കുന്നുവല്ലോ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭയ്ക്കകത്ത് വിശുദ്ധന്മാരുടെ ഇടയില് സ്തോത്രം ഈ നാളുകളിൽ ശക്തമായ ചില പ്രതിസന്ധികൾ സഭയ്ക്കകത്ത് നേരിട്ടുകൊണ്ടായിരിക്കുന്നത്. ആമേൻ. പല മനസ്സിലാക്കാൻ രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ സഭയെക്കുറിച്ചുള്ള മോശമായ ചില അഭിപ്രായങ്ങൾ, മോശമായ സാക്ഷ്യമില്ലാത്ത ചില പ്രവർത്തനങ്ങളെല്ലാം സഭകളുടെ അകത്ത് ഇന്ന് നിറവേറുന്നത് നിമിത്തം അനേകര് സ്തോത്രം ഇത് കണ്ട് ദൈവത്തെ ദൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ആമേൻ. അനേകർ ദൈവത്തെ ദൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെയാണോ കർത്താവിനെ സേവിക്കുന്നവരൊക്കെ ഇങ്ങനെയാണോ നിൽക്കുന്നത്, ഇങ്ങനെയാണോ വരുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യത്തിന്റെ മുമ്പിലാണ് ഇന്ന് അനേകരായിരിക്കുന്നത്. അനേകർ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ദൈവസഭയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, ഇതൊക്കെയും സംഭവിക്കുമെന്ന് നമ്മളുടെ തിരുവെഴുത്തിന്റെ അകത്ത് മുന്നമേ നൽകിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല. ഇത് മുന്നമേ അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവസഭയ്ക്ക് ലേഖനങ്ങളിലൂടെ അറിവ് കൊടുത്തിട്ടുള്ള കാര്യമാണ്. സഭയ്ക്കകത്ത് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ കടന്നു വരും. കള്ള അപ്പോസ്തലന്മാർ, കള്ള ഇടയന്മാർ, ഹല്ലേലൂയ, കൊടിയ ചെന്നായ്ക്കൾ, അല്ലേ? കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. കൊടിയ ചെന്നായ്ക്കൾ. ആ പദം വളരെ ശ്രദ്ധയോടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പദമാണ്, കൊടിയ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത്. ആമേൻ. അത് സ്തോത്രം. അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തിക്കകത്താണ് നമ്മൾ അതിന്റെ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. ആമേൻ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 27 മുതൽ നമുക്കൊന്ന് വായിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 27-ാം വാക്യം മുതൽ. ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഓക്കെ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയിലും തൻ്റെ യാത്രയിലും എല്ലാ സഭകളുടെ അകത്തും തന്നെ നിയോഗിച്ചാക്കിയിരിക്കുന്നിടത്ത് എന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ ഓരോ ആടുകളെയും ദൈവരാജ്യത്തിന് അർഹനാക്കുവാൻ തക്കതായ നിലവാരത്തിൽ അവരെ പണിയുക എന്ന വലിയ ദർശനത്തിലായിരുന്നു. എൻ്റെ സഭ, നിന്റെ സഭ, നിന്റെ ആടുകൾ, അപ്പല്ലോസിന്റെ ആടുകൾ, പത്രോസിന്റെ ആടുകൾ, അല്ലെങ്കിൽ ശീലാസിന്റെ ആടുകൾ, ഇങ്ങനെ ഒരു പരിപാടി എവിടെയില്ല. 1-ാം നൂറ്റാണ്ട് മുതലില്ല. കാര്യം ക്രിസ്തു കുഞ്ഞാന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണ്. അപ്പോൾ ദൈവം നിയോഗിച്ചാക്കുന്ന ഓരോ ശുശ്രൂഷകനും തന്റെ മുമ്പിൽ സ്തോത്രം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ അവരെ പണിതുറപ്പിക്കണം.
അങ്ങനെ ഒരു വലിയ ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ആമേൻ. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാം, 1-ാം നൂറ്റാണ്ടിന്റെ അകത്ത് ഒരു കൂടിവരവിന്റെ മുമ്പിൽ ബോർഡില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? 1-ാം നൂറ്റാണ്ടിൽ കൂടിവരവുകളുടെ ഫ്രണ്ടില് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലായിരിക്കാം കൂടി വരുന്ന ഇടത്ത് അവന്റെ ഫ്രണ്ടിൽ ബോർഡില്ലായിരുന്നു, രജിസ്ട്രേഷൻ നമ്പർ ഇല്ലായിരുന്നു, പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിന്റെ പേരില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ആമേൻ. അവിടെ കുഞ്ഞാന്റെ രക്തത്താൽ സമ്പാദിച്ച സഭ, ഇതിന്റെ അതോറിറ്റി കസ്റ്റോഡിയൻ ക്രൈസ്റ്റ് മാത്രമാണ്, ക്രിസ്തു മാത്രമാണ്. അവിടെ പ്രസിഡന്റിന്റെ പേരില്ല, രജിസ്ട്രേഷൻ നമ്പർ ഇല്ല, പ്രസ്ഥാനത്തിന്റെ പേരില്ല, ബോർഡില്ല, ഒരു സാമാനവും ഇല്ല. അല്ലെ? നമ്മുടെ പുറകിൽ ഒരു പേര് വെച്ചാൽ വെറും പേര് അല്ലെ, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അർത്ഥവും ഇല്ല. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്ന വേലയിൽ അനേകർക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാതെ വരുന്നതിനുള്ള പ്രധാന കാരണം അവരുടെ മീതെ തൂങ്ങുന്ന ബോർഡ് തന്നെയാണ്. ആമേൻ. ആ ബോർഡാണ് ഇന്ന് അനേകരെ അനാത്മികരാക്കിക്കൊണ്ടിരിക്കുന്നത്, ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളയുന്നത്. ഇത് എന്തുകൊണ്ടാ പൗലോസ് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തിക്കത്ത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? പൗലോസിന്റെ വീക്ഷണം ശ്രദ്ധിക്ക്. നമ്മൾ വായിച്ച വാക്യം, ആമേൻ, അവിടെ 26 സ്തോത്രം. വായിക്കാൻ പറഞ്ഞ വാക്യം എത്രയാണ്? 27. 25 ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണം, നമ്മുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ. ശ്രദ്ധിക്കണം, ഒരു ശുശ്രൂഷകന്റെ സ്ഥാനം എവിടെയാണെന്നറിയാമോ? അളവിയ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നടുവിലായിരിക്കണം. നിങ്ങളുടെ ഇടയിൽ. ശ്രദ്ധിക്കണം. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ, ശ്രദ്ധിക്കണം, എന്റെ മുഖം അറിയുന്നു. അടുത്തത്, അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഇന്നുള്ള എത്ര പേരുണ്ട്? ആ ഭാരമുള്ള എത്ര പേരുണ്ട്? എന്നെ അധ്യക്ഷരാക്കി വെച്ച, ഞാൻ ശുശ്രൂഷിച്ചു വന്ന സഭകളിലെ ഓരോ ആത്മാവും നശിച്ചു പോയാൽ എനിക്കെന്താ? അല്ലേ? എനിക്കെന്താ? പൗലോസിനോട് ചോദിക്കണം, പൗലോസേ, അങ്ങനെ ഒരു തീരുമാനം, എന്നെ അധ്യക്ഷനാക്കി വെച്ച സഭയില ഒരുവൻ നശിച്ചു പോയാൽ എന്റെ കാര്യം മാത്രം നോക്കി പോകാനാണോ പറ്റത്തുള്ളൂ എന്ന് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, നിന്റെ അറിവ് നിന്നെ തെറ്റിച്ചു എന്നേ പറയത്തുള്ളൂ. കാരണം എന്താ? അവിടെ പറഞ്ഞ വാക്യം എന്താ? അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ കാരണം എന്നാ? എന്തുകൊണ്ടാ? എന്ത് പറഞ്ഞിട്ടാണ് അത് പറയുന്നത്? എന്ത് പറഞ്ഞിട്ടാ അവിടെ പറയുന്നത്? അടുത്ത് വായിച്ചേ. കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്ന. അടുത്തത്, ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആലോചന അപ്പോ മറച്ചു വെക്കാൻ പറ്റും. മനസ്സിലായോ? നശിച്ചു പോകുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? ദൈവാലോചന മറച്ചു വച്ചാൽ ആടുകൾ നശിച്ചു പോകും. ദൈവത്തിന്റെ ആടുകൾ നശിച്ചു പോകുന്നത് എപ്പോഴാണ്? ആലോചന മറച്ചു വെക്കുമ്പോഴാണ്. ജനം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സഭകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഭിന്നതയും ചേരുതിരിവും വെച്ച് അനേക പാസ്റ്റർമാർ ഇന്ന് അല്ലെങ്കിൽ കുമ്പനാട് ഉൾപ്പെടെയുള്ള പ്രദേശം കൊണ്ട് എല്ലാം മ്ലേച്ഛതയും പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, അവർക്ക് ആടുകളെ കുറിച്ച് ചിന്തയില്ലെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, അവര് കൂട്ടിയും കുറച്ചുമാണ് ജനത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പ്രസാദിക്കൂ ഇതില്? വായിച്ചേ. ആ വായിച്ച വാക്യം ഒന്ന്. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ശ്രദ്ധിക്കണം, ഞാൻ മുഴുവനും അറിയിച്ച്. എത്ര പാസ്റ്റർമാർക്ക് ഈ ബോധ്യമുണ്ട്? എത്ര പാസ്റ്റർമാർക്ക് ഈ കാര്യത്തിൽ പ്രാഗൽഭ്യമുണ്ട്? ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതെല്ലാം
എല്ലാം ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് ധൈര്യസമേതം പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുമുണ്ട്. ആമേൻ. അതല്ല, എന്നാൽ ഇന്ന് നടക്കുന്ന ഒരു കാര്യം, ഇന്ന് പല ബൈബിൾ കോളേജിന്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് വിളച്ചിലും അടവുമാണ് പഠിച്ചിറങ്ങുന്ന പലരും. ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ പഠനം കഴിച്ചിട്ട് ചില സംഘടനകളിൽ ഒരു 4-5 മാസമൊക്കെ, ചിലതൊക്കെ ഒരു 6 മാസമൊക്കെ നീളുന്ന ചില കോഴ്സുകളുണ്ട്. ഈ കോഴ്സും പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏതെങ്കിലും വ്യക്തിയുടെ കൂടെ പോയാൽ നമുക്കറിയാം ഇവര് എങ്ങനെ ഈ ആടുകളെ സത്യം പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ ഇല കാണിച്ചു കൊണ്ടുപോകുന്ന പരിപാടി, ഇല കാണിച്ച് ആടിനെ കൊണ്ടുപോകുന്ന പരിപാടി ഇന്നും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇല കാണിച്ച ആടിനെ കൊണ്ടുപോവുക അല്ലെ? ഇല കാണിച്ചാൽ എന്നാ പറയുക? ആട് എവിടെ വേണമെങ്കിലും വരും അല്ലെ? ഹല്ലേലൂയ. മനസ്സിലാക്കണേ, ആടിനെ കൊടുക്കത്തില്ല, കാണിക്കത്തേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഇതാണ് ഇതിന്റെ അകത്തെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. ആടുകൾക്ക് കൊടുക്കത്തില്ല, ഇതിനെക്കുറിച്ച് കേൾപ്പിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേൾപ്പിക്കും. അതിന്റെ ആശ്വാസത്തിൽ നിങ്ങളെല്ലാം കേട്ടു എന്നുള്ള തൃപ്തി കൊടുത്തുകൊണ്ട് ആടുകളെ നടത്തുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞ മനസ്സിൽ നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. ആടുകൾക്ക് ചിലത് കിട്ടിയെന്ന് അവർക്ക് തോന്നലുണ്ടാകുകയാണ് വരുന്നത്. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ചിന്ത കയറിയിട്ട് ആ ചിന്തയുടെ പുറത്ത് ജീവിക്കുകയാണ് ഇന്ന് അനേക വിശ്വാസികൾ ചെയ്യുന്നത്. ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് വചനം അറിയാം, ഞങ്ങൾക്ക് അതറിയാം, ഇതറിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയറിംഗ് പഠനമെല്ലാം കഴിഞ്ഞ് അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ സ്തോത്രം ജീവിച്ചിരിക്കാന്ന് വെച്ചോ, ആ വ്യക്തിയുടെ മുമ്പിൽ എഞ്ചിനീയറിംഗോ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം സ്കൂളിൽ പോലും പോകാത്തൊരു വ്യക്തി ഒരു പാലം പണിത് വെച്ചിട്ട് ഈ സാൾ എന്ന് പറയുന്ന എഞ്ചിനീയറോട് അതിന്റെ മോഡിൽ കൂടെ കാർ ഓടിക്കാൻ പറഞ്ഞ ഓടിക്കുവോ? അവൻ സ്വത്ത് അങ്ങനെ ചോദിച്ചാൽ പറയും ഞാൻ പാലമെല്ലാം ഉണ്ടാക്കിയ വേണ്ട, ഞാൻ വീടെല്ലാം കെട്ടിയേക്കെന്ന് പറഞ്ഞാൽ സ്വത്ത് എഞ്ചിനീയർ അതിന്റെ ബേസിക് ഫൗണ്ടേഷൻ എടുത്ത് കാണിച്ചു കൊടുക്കും, തിയറികൾ എടുത്ത് കാണിച്ചു കൊടുക്കും, നിയമങ്ങൾ കാണിച്ചു കൊടുക്കും, ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബേസിക്സ് അവിടെ പറഞ്ഞു കൊടുക്കാൻ ഇടയായി തീരും. അത് കേൾക്കുമ്പോഴാണ് ഇവൻ പണിത് വെച്ചത് യഥാർത്ഥത്തിൽ പണിയല്ല, വലിയൊരു അപകടമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മനസ്സിലാകുന്നത് അല്ലേ? അപ്പോൾ മനസ്സിലാക്കണം, പലയിടത്തും അപകടങ്ങൾ ഉണ്ടാക്കി വെച്ചോണ്ടാണ് ഇന്നിരിക്കുന്നത്. ആമേൻ. സ്വതന്ത്രം. അനേകര് കർത്താവിലേക്ക് വരുന്നതിലും ഉപരി മറ്റ് ചിലതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഇന്ന് ശത്രുവിന്റെ പദ്ധതി. ശത്രു എന്ന് പറയുന്നത് പിശാച്. ആ പിശാച് ഏതാണ്ട് അടുത്ത പഞ്ചായത്തിൽ കൂടെ അല്ല പോകുന്നത്, ദൈവദാസന്മാരുടെ ഉള്ളിലായി ഇരിക്കുന്നത്. ആമേൻ. ദൈവദാസന്മാരുടെ ഉള്ളിലില്ല, കർത്താവിന്റെ നാമം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കള്ള ഇടയന്മാരുടെയും കള്ള പ്രവാചകന്മാരുടെയും കള്ള അപ്പോസ്തലന്മാരുടെ ഉള്ളിലുണ്ട്. അവര് മുഖാന്തരം ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിച്ച എന്തുകൊണ്ടാ പൗലോസ് അത് പറയുന്നത്? ആ വാക്യം വായിച്ച് ഇപ്പോൾ വായിച്ച വാക്യം കൂടെ ഉറപ്പേറ്റ് ചെയ്തേ. അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും ഇത് തിരിച്ചറിയണം. പൗലോസ് പറയും നിങ്ങളെ തന്നെയും ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളും. ആ വാക്യം 28-ാം വാക്യം നമുക്ക് നല്ലതുപോലെ മുറിച്ചു കീറിയൊന്ന് നോക്കാം അല്ലേ? 28-ാം വാക്യത്തിന്റെ അകത്ത് എന്താ പൗലോസ്? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ്. ആ പദം എന്താ? തൃത്വത്തിൽ മൂന്നാമനും സ്തോത്രം പിതാവിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിൽ അവർ ഐക്യത്തോടെയും ശക്തിയോടെയും സമതുല്യ പദവിയിലായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ ദൈവം ശുശ്രൂഷകരുടെ ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം കിട്ടാത്തവരെ സൂക്ഷിച്ചോണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ബൈബിൾ കോളേജിൽ പോയി 3 വർഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടും വർഷിപ്പും നടത്തി എന്നും പറഞ്ഞുകൊണ്ട് സഭയുടെ ശുശ്രൂഷയിലേക്ക് വരുന്നവരെ സൂക്ഷിച്ചോണം. മനസ്സിലാവുന്നുണ്ടോ? അത് ഭയങ്കര അപകടകരമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ ദൈവാത്മാവ് പറയുന്നതേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ബൈബിൾ കോളേജിൽ നിന്നോ മറ്റു തിയറികളോ പഠിപ്പിക്കുന്നത് ജനത്തെ പഠിപ്പിക്കാൻ ജനം വേഗം ചത്തുപോക്കോളും. ജഡമല്ല യാകുന്നത്, ആത്മീയമായി ചത്തുപോക്കോളും.
കാര്യം ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ചതാണ് കൊടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ പദം ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവ്. അവിടെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ആരാണ് അധ്യക്ഷരാക്കേണ്ടത്? ശുശ്രൂഷകനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് പ്രസ്ഥാനമല്ല, പരിശുദ്ധാത്മാവാണ്. മനസ്സിലാകുന്നത്? പരിശുദ്ധാത്മാവാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. നിയോഗം പരിശുദ്ധാത്മാവിനാലായിരിക്കണം. ദൈവാത്മാവിന്റെ നിയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ സകല കാര്യങ്ങളും ചലിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ദൈവാത്മാവിന്റെ കാര്യപദ്ധതിയിലായിരിക്കും. എന്നാൽ ഇന്ന് മനസ്സിലാക്കണം, അഭിഷേകമില്ലാത്തവരിന്ന് സഭയ്ക്കകത്തുള്ളതുപോലെ അഭിഷേകമില്ലാത്തവർ പാസ്റ്റർമാരുടെ ഇടയിലും ഉണ്ട്. അപ്പൊ ചോദിക്കുക, അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ഇഷ്ടം പോലെ കാണിച്ചു തരാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ച ഹോമിലിറ്റിക്സ് ഹെർമനോട്ടിക്സും പഠിച്ച എങ്ങനെ പ്രസംഗിക്കാൻ പറ്റൂ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കും. അവിടെ കുറെ തിയറികളുണ്ട്, 10-15 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് നോക്കിയ നല്ല ഒരു സെർമൺ, ഒന്നെങ്കിൽ ടെക്സ്റ്റൈല്, ടോപ്പിക്കൽ, അല്ലെങ്കിൽ എക്സ്പോസിറ്ററി, 3 സെർമൺ ആണ് ഇരിക്കുന്നത്. ടോപ്പിക്കൽ സെർമൺ ഉണ്ട്, എക്സ്പോസിറ്ററി സെർമൺ ഉണ്ട്, അതുപോലെ ഇതുപോലെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, ടോപ്പിക്കൽ, ടെക്സ്റ്റൈല്, പിന്നെ എക്സ്പോസിറ്ററി. ഈ 3 സെർമണെ കുറിച്ച് പറയുന്നത് 3 തരത്തിലുള്ള പ്രസംഗം അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ആർക്കും ബൈബിളും ഒരു കുറച്ച് കമന്ററിയും അലറിയാസത് ഗ്രീക്കിന്റെയും ഹീബ്രുവിന്റെ ഇന്റർലൈനർ ബൈബിളും കൂടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും സൂപ്പർ പ്രസംഗം ഉണ്ടാക്കാം. ഇവർ യേശു ക്രിസ്തുവിനെ അറിയണമെന്ന് പോലുമില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നില്ല, ആർക്കും പ്രസംഗം ഉണ്ടാക്കാം. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ, ഒരു ശുശ്രൂഷകനിൽ വന്നാൽ ദൈവാത്മാവ് പറയുന്നതാണ് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അവിടെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തെ മാത്രമാണ്. എന്നാൽ അഭിഷേകമില്ലാത്തവന് കാര്യങ്ങളെല്ലാം നോക്കി പ്രസാദിപ്പിക്കുന്ന മനുഷ്യരെ പ്രസാദിപ്പിക്കുക, ചിലരുടെ സത്യങ്ങൾ വെളിപ്പെടുത്താതെ മറച്ചു വെക്കുക, ഇങ്ങനെ അവന്റെ ശുശ്രൂഷ അവനിലും അവന്റെ അറിവിലും ഒതുങ്ങുന്നൊരു കാര്യം അവരിൽ അഭിഷേകമില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത ശുശ്രൂഷകരാണ് ഇന്ന് ബഹളം ഉണ്ടാക്കാനോ ഫ്രണ്ടിൽ കിടന്ന് ചാടാനും ബഹളം ഉണ്ടാക്കാനും നടക്കുന്നത്. അവരുടെ വെള്ള ഷർട്ട് കാണുമ്പോ ഭക്തനാണെന്ന് തോന്നുന്നു, വെള്ള സ്യൂട്ട് കാണുമ്പോ ഭക്തനാണെന്ന് തോന്നുന്നു. അല്ല, ചിലര് ഇച്ചിരി കൂടെ വഷള കാല ചെരുപ്പ് പോലും ഇടത്തില്ല. അങ്ങനെയുള്ളവരുണ്ടായിരുന്നു പണ്ട്. മനസ്സിലാക്കണം, ഇതൊന്നുമല്ല, അവർ സത്യം വെളിപ്പെടുത്തണം. ചിലര് പ്രസംഗിച്ച് പ്രസംഗിയെ കേൾവിക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന പ്രസംഗങ്ങളുണ്ട്, കരഞ്ഞ് വികാരം ഇളക്കി വിടുന്ന പ്രസംഗങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിന്ന് കരച്ചില്ല, മോങ്ങുകയാണ്. എന്തിനാണ് ഈ മോങ്ങുന്നത്? കാൽവരുടെ ചോട്ടി വന്നിട്ടാണോ? നിന്റെ പാപം ചെയ്തിട്ടാണോ? അതോ നിന്റെ പ്രകൃതം വന്നിട്ടാണോ? ഇന്ന് ഒത്തിരി ആത്മീകമായി പറഞ്ഞാൽ ആത്മീക വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവല്ല ഇവരെ നടത്തുന്നത്. ഹല്ലേലൂയ. ഇവരെവിടെ വേണം, ഈ ഞാൻ പറയട്ടെ, അഭിഷേകമില്ലാതെ ശുശ്രൂഷയിൽ വന്നവർക്ക് എങ്ങോട്ട് വേണേലും ചാടാം. പണത്തിന്റെ ഒഴുക്കെതിലൂടെ അത് നോക്കി അവിടെ കോമ്പസ് വെച്ച് നോക്കി അങ്ങോട്ട് പോകുന്നവരുണ്ട്, അല്ലെ? സ്കോപ്പ് വെച്ച് നോക്കിയിട്ടല്ലേ? സ്കോപ്പ് വെച്ച് നോക്കും. പണ്ട് റൈഫിൾ ഷൂട്ടിങ്ങിനാണ് സ്കോപ്പ് വെച്ച് നോക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇവരുടെ സ്കോപ്പ് വെച്ച് നോക്കി കൃത്യം, ഹല്ലേലൂയ, സ്തോത്രം, ഈ പണത്തിന്റെ ഒഴുക്ക് ഏത് സഭയിലൂടെയാ, ഏത് ശുശ്രൂഷകളിലൂടെയാ, ഏത് സ്ഥലത്താണ് ഏറ്റവും ഒഴുക്കുള്ളത് നോക്കി പോകുന്നവരുണ്ട്, അല്ലെ? എന്നിട്ട് അവിടെ ചെന്ന് പറയും, ഈ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കുടുംബവും വ്യക്തികളൊക്കെ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. പ്രത്യേകിച്ച് ഈ പറയുന്നതിന് കൊടുത്താലാ അനുഗ്രഹം എക്സ്ട്രാ വരുന്നത്, അല്ലേ? അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അവിടെ അനുഗ്രഹിക്കുകയാണ്. ഇവൻ കൊട്ടയ്ക്കകത്തിട്ടോണ്ട് വന്നതാണ് അനുഗ്രഹം. കൊട്ടയ്ക്കകത്തിട്ടോണ്ട് വന്നതാണ്, ഇവന്റെ ബാഗിന്റെ അകത്ത് കിടപ്പുണ്ട് അനുഗ്രഹം. എന്താണ് ഇവിടെ? ഇതായി പറഞ്ഞതിന്റെ ആധാരം എന്ന് പറയുന്നത്, അഭിഷേകമില്ലാത്തവർ എവിടെയും പോകും, എങ്ങനെയും ചെയ്യും. അവരുടെ തീരുമാനം അവരുടെ കയ്യിലാണ്. ഒരു പ്രാർത്ഥനയും ഒരു വർഷിപ്പും വെച്ചുകൊണ്ട് ഇവർ ഏത് കളിയും കളിക്കും. കാര്യം അവരെ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ചിട്ടില്ല.
അതാണ് അതിന്റെ അകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ എന്തും ചെയ്യാം. നമുക്ക് അഭിഷേകമില്ലാതെ ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാം. അറിവ് സംസാരിച്ചു കേട്ടാൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാന്ന് തോന്നിയാൽ അത് തെറ്റാണ്. ആത്മീക വർദ്ധനവ് സഭയ്ക്ക് നൽകാത്ത പ്രസംഗങ്ങൾ കേട്ടാണ് പോകുന്നതെങ്കിൽ നിന്നിലെ കൃപാവരങ്ങൾ ജ്വലിക്കുകയും പാപത്തിനെതിരായിട്ട് നിൽക്കുവാനായിട്ട് നിന്നെ സജ്ജമാക്കാത്ത പ്രസംഗമാണോ കേൾക്കുന്നത്? പ്രസംഗിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ അധ്യക്ഷരാക്കി വെക്കുന്ന വ്യക്തികളല്ലെന്ന് മനസ്സിലാക്കിക്കണം. പരിശുദ്ധാത്മാവാണെങ്കിൽ അവരെ പാപത്തെക്കുറിച്ച് അവിടെ ബോധം വരുത്തിയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ വ്യാജമെല്ലാം കൂടി വ്യാജന്മാരെല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവര് പറയുന്നതാണ് അവസാന വാക്കെന്നുള്ളത് ഇന്ന് തെളിഞ്ഞോണ്ടായിരിക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തുമായി. ഹല്ലേലൂയ. പണ്ട് സ്തോത്രം ഹല്ലേലൂയ പല ന്യൂ ജനറേഷൻ ചർച്ചിന്റെ അകത്ത് ഇതുപോലെ പ്രോസ്പെരിറ്റിയും ഹൈപ്പർ ഗ്രേസ് ഒക്കെ പ്രസംഗിക്കുന്നതൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പക്ക ക്ലാസിക്കൽ ചർച്ചിന്റെ അകത്ത് നോക്കുമ്പോൾ ഇതിനപ്പുറമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലായിടത്തും പലവിധ ബന്ധങ്ങൾ ഒരുക്കി അതിലൂടെ യാത്ര ചെയ്യുന്ന ജനത്തെയാണ് ഇവിടെ കാണുന്നത്. പൗലോസ് വ്യക്തമായി അവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ വായിച്ച വാക്യം എന്താ? ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ ദൈവത്തിന്റെ സഭയെ ആ മേയിക്കുവാൻ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കുക. കണ്ട, ആട്ടിൻകൂട്ടം ഈ ചിലത് മതി എന്ന് പറഞ്ഞു പോകുന്നതിന് കാരണം എന്നാ? ചിലത് മതി. ചിലർക്ക് ചില പ്രത്യേക സ്ഥലങ്ങളെ അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഇഷ്ടം. ആമേൻ. അല്ലെങ്കിൽ ചില വിശ്വാസികൾക്ക് ചില പ്രത്യേകര് മാത്രം ശുശ്രൂഷകളായിട്ട് വരുന്നതാണ് ഇഷ്ടം. അത് ചിലയിടത്ത് കളറ് കൂടിയത്, കളറ് കുറഞ്ഞത്, എല്ലാം ഉണ്ട്. പണം ഉള്ളത്, പണം ഇല്ലാത്തത്, ഇതൊക്കെ വെച്ചോണ്ടായിരിക്കുന്നത്. ആമേൻ. എല്ലാ ലെവലിലും ഉണ്ട് കേട്ടോ. ആമേൻ. കളർ കൂടിയ ചിലർക്ക് ശുശ്രൂഷകരും കളർ കൂടിയവരും തന്നെ മതിയുള്ളൂ. കളർ ഇല്ലാത്ത വിശ്വാസികളാണ് കളർ ഇല്ലാത്ത ശുശ്രൂഷകൾ വന്നുള്ളൂ. ഇതിലേതെങ്കിലും തിരിച്ചോ മറിച്ചോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ രംഗം കാണാൻ വഷളായിട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കർത്താവാണോ ഇവരെയൊക്കെ വിളിച്ചത്? ആട്ടിൻകൂട്ടം മുഴുവനെയും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യമാണ്. ചില ആത്മീക കേന്ദ്രങ്ങളിൽ നടക്കുന്ന കൂട്ടയടിയുടെ പിന്നിൽ ഇതിന്റെ പുറകെ ഇംഗ്ലാബ് വലിച്ചു നിൽക്കുന്ന ചില പാസ്റ്റർമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരേത് പാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ പാനൽ ജയിച്ചാൽ ആ ലീഡേഴ്സിന്റെ മുമ്പിൽ ഏറ്റവും നല്ല സഭ ചോദിച്ചു മേടിക്കാം. അതിനുവേണ്ടി ഇപ്പൊ എന്നാ വേണം? ഇന്ന് എതിർ കക്ഷികളെ അടിച്ചൊതുക്കേണ്ടിടത്ത് അടിച്ചൊതുക്കണം, സംസാരിച്ചൊതുക്കേണ്ടിടത്ത് സംസാരിച്ചൊതുക്കണം, പരദൂഷണം പറയുന്നിടത്ത് പരദൂഷണം പറയണം. ഏതൊക്കെ പാപം വചനം അരുതെന്ന് പറഞ്ഞ അതൊക്കെ പാനലിനെ നോക്കി ചെയ്യാൻ റെഡിയാകണം. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല സഭ കിട്ടും. നല്ല സഭ കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു. നല്ല സഭ, എന്റെ കാലഘട്ടത്തിൽ നല്ല സഭയിൽ നിന്ന് ഇരിക്കുകയും അവിടുന്ന് മാറുന്ന സമയത്ത് നിനക്ക് വിദേശത്ത് നല്ല സഭ ഇരിക്കുന്ന അങ്ങോട്ട് നമുക്കൊരു 2 വർഷത്തെ വിസയോടുകൂടെ യാത്ര കുടുംബസമേതം പോരെ. എന്തിനാ നീ സ്വർഗത്തിൽ പോകുന്നേ? എന്തിനാ ദൈവരാജ്യത്തിൽ പോകുന്നേ? എന്തിനാ നീ കഷ്ടപ്പെടുന്നേ? അല്ലേ? പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? ആട്ടിൻകൂട്ടം മുഴുവനെയും. ഇന്ന് ആട്ടിൻകൂട്ടം മുഴുവനെയും ഒന്നുമല്ല. ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, ഏതാ പ്രസ്ഥാനം? അല്ലേ? നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അകത്ത് പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് സ്തോത്രം കളറിന്റെ വിഷയത്തിൽ 2ആയിട്ട് തിരിയുന്നുണ്ട്. സ്റ്റേറ്റ് എന്നും പിന്നെ ആമേൻ സ്തോത്രം സ്റ്റേറ്റ് ഒരു കൂട്ടർ, വേറൊരു കൂട്ടർ, കളർ ഇല്ലാത്തത് വേറൊരു കൂട്ടർ, ഇങ്ങനെ നിന്നോണ്ട് കളറുള്ള സ്റ്റേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറയും, ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഇപ്പോൾ നിലവിലത്തെ അവൻ ആത്മീയമായ സ്റ്റേറ്റ് ഒക്കെ തകർന്നു കിടക്കുവാണ്. ഡിവിഷനും സ്റ്റേറ്റ് ഒക്കെ ആയിട്ട്. ഞാൻ പറയട്ടെ, ഇത് എവിടുന്ന് ഉണ്ടായത്? ആട്ടിൻകൂട്ടം മുഴുവനെയും. ആട്ടിൻകൂട്ടം മുഴുവനെയും. അങ്ങനെ പറഞ്ഞ നമ്മുടെ ദൈവാസന്മാരൊക്കെ പറയും മുഴുവൻ ഇല്ല കേട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. അല്ലേ? ചിലതേ ഉള്ളൂ, മുഴുവനില്ല, അല്പതേ ഉള്ളൂ. അല്ലേ? അപ്പൊ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കണം. ചില ദൈവദാസന്മാർ ഈ വാക്യം എടുത്തിട്ട് അവരുടെ ആടുകളെ സൂക്ഷിക്കുന്ന, അവരുടെ ആ മേളിലിരിക്കുന്ന എന്താ പറയുന്ന ബോർഡിന്റെ കീഴിൽ ഇരിക്കുന്ന ആടുകളെ സൂക്ഷിക്കണം. എന്നിട്ട് പറയും ആ ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ആട്ടിൻകൂട്ടങ്ങളും. ഈ വക എന്താ അലമ്പുകൾ കാണിക്കുന്ന ദൈവദാസന്മാര്
വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മാനസാന്തരപ്പെടണം. ആമേൻ. വായിച്ചേ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത. ശ്രദ്ധിക്കണം, ഞാൻ പോയ ശേഷം. ഇത് എനിക്ക് ഈ വാക്യം വായിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥമായ അവസ്ഥ മറ്റൊന്നാ കിടക്കുന്നെങ്കിലും ഇത് വാക്യം വായിക്കുമ്പോൾ ചില പാസ്റ്റർമാര് ഈ അവരുടെ ട്രാൻസ്ഫറിന്റെ സമയമാകുമ്പോൾ എടുത്തിടുന്ന വാക്യമാണ്. കാര്യം പറയുന്നത്, ഞാൻ ഇത്തരം 2-3 വർഷം നിങ്ങളെ ഭരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം അവനെയും കൊള്ളയടിച്ചു. ഇവൻ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം 2-3 വർഷം കൊണ്ട് റെഡിയാക്കി സെറ്റപ്പ് ആക്കി വായിട്ടത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവൻ പോകുന്ന നേരത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോയ ശേഷം. കണ്ടോ? അങ്ങനെയാണോ ഈ വാക്യം പറയുന്നത്? ഇത് ചില രക്ഷിക്കപ്പെടാത്തയിടത്തും ഇതുപോലെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പെന്തക്കോസിന്റെ അകത്ത് ഈ രീതിയുണ്ട്, ഞാൻ പോയ ശേഷം. വായിച്ചേ. പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, അതായത് ഈ ദൈവത്താലാണ് ഇത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതെന്ന് അംഗീകരിക്കാൻ മനസ്സില്ലാത്തവൻ, സംഘടനയുടെ പിരിവിലിരിക്കുന്നവരെല്ലാം കൊടിയ ചെന്നായ്ക്കളാണ്. അതായത് ഇവരെ ആടുകളെ ഭിന്നിപ്പിച്ച് സംസാരിക്കുന്നവർ ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ആടുകളെ ഭിന്നിപ്പിക്കുവാൻ സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ടോ, ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ടോ, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞോ, പണത്തിന്റെ പേര് പറഞ്ഞൊക്കെ വേർതിരിവ് കാണിക്കുന്നവൻ കൊടിയ ചെന്നായ്ക്കളാണ്. ഹല്ലേലൂയ. ആ കൊടിയ ചെന്നായ്ക്കളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരും. എന്നാൽ പൗലോസ് എന്താണ് ഇവിടെ പറയുന്നത്? പൗലോസിന്റെ ശുശ്രൂഷ ശ്രദ്ധിക്കണം, പൗലോസിന്റെ പ്രാഗൽഭ്യം ശ്രദ്ധിക്കണം. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ മുഴുവനും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞാൻ നിങ്ങളെ ഒന്നും അറിയിക്കാതെ ഇരിപ്പില്ല, നിങ്ങളെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, വരുവാൻ പോകുന്ന അവസ്ഥകളെ കുറിച്ചുള്ള പൂർണ്ണ ഗ്രാഹ്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞു തരാതിരുന്നിട്ടില്ല. ഇന്ന് എത്ര പേർക്ക് അത് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട്? പല യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പലർക്കും പലരെ വിളിക്കത്തില്ല. അനേക ദൈവാസന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ആ സ്റ്റേജിൽ വിളിക്കത്തില്ല. ഇന്ന് മിക്കവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേജ് അടുത്ത വർഷവും കിട്ടണം, അതിന്റെ പിറ്റത്തെ വർഷവും കിട്ടണം. അതിന് ഞാൻ എങ്ങനെയൊക്കെ വേഷം കെട്ടണം, ആ വേഷം എല്ലാം കെട്ടി അടുത്ത വർഷം എനിക്ക് അതേ സ്റ്റേജ് കിട്ടിയേ മതിയാകത്തുള്ളൂ. ഇതിനു വേണ്ടി വേറൊരു ആരാധന വൃന്ദം ഇവരുടെ പുറകെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇവരുടെ ഫാൻസ് മനസ്സിലാക്കാം, ദൈവത്തിന്റെ ആടുകളാ. കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കാൻ അവരെ പഠിപ്പിക്കേണ്ടതിന് പകരം ഇവരുടെ പിന്നാലെ വലിച്ചു കളഞ്ഞോണ്ടായിരിക്കുന്നത്. നിങ്ങളിത് കാണുന്നുണ്ടോ? ആമേൻ. ഇത് കാണുന്നുണ്ടോ? ഇത് സംഭവിച്ചോണ്ടായിരിക്കുന്നത് അനേകയിടത്ത്. ആമേൻ. കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കാൻ ഇവരെ വിശ്വാസത്താൽ പ്രാപ്തമാക്കുവാൻ ഉപദേശിക്കേണ്ട പാസ്റ്റർമാർ സംഘടനയുടെ പിന്നാലെ ആടുകളെ വലിച്ചു കളഞ്ഞോണ്ടായിരിക്കുന്നത്. ചില വ്യക്തികളുടെ പിന്നാലെ വലിച്ചു കളഞ്ഞോണ്ടായിരിക്കുന്നത്. ഇതാരുടെ ആടാണ്? കുഞ്ഞാട് തന്റെ രക്തത്താൽ സമ്പാദിച്ച ആടുകളാണ്. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ. അപ്പൊ ഈ കൊടിയ ചെന്നായ്ക്കളെ എങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, ഇവരെ ആടുകളെ തമ്മിൽ ചിഹ്നിപ്പിക്കും, അവരെ ഡിവൈഡ് ചെയ്യും, അവരെ 2, 3, 4 ചേരികളാക്കി തീർത്തിരിക്കും. എന്നിട്ട് ഈ നടത്തുന്ന പ്രസ്ഥാനത്തെ ഉയർത്താൻ വേണ്ടി ഇവരുടെ ഇടയിൽ ചില കലഹങ്ങൾ ഉണ്ടാവുമ്പോഴും അവരതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത കലഹത്തിന് അവർ കൊടി പിടിച്ചോണ്ടിരിക്കും. ഒന്ന്. രണ്ടാമത് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം ശ്രദ്ധിച്ചോ. കൂടുതൽ ആട്ടിൻകൂട്ടത്തെ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ. ഈ ശിഷ്യന്മാരാരാ? ക്രിസ്തുവിന്റെ അനുയായികളായി കർത്താവിനെ അനുഗമിക്കേണ്ടവരെ മനുഷ്യരുടെ പിന്നാലെ ആക്കുകയാണ്. ശ്രദ്ധിച്ച, മനുഷ്യന്റെ പിന്നാലെ ആക്കുകയാണ്. ഇവർക്ക് ബുദ്ധി ഉറയ്ക്കുന്നില്ലേ? ഇവരുടെ കണ്ണു തുറക്കുന്നില്ലേ? ഇവർക്ക് മനസ്സിലാകാത്ത എന്താണ്? ഞാൻ മനുഷ്യനെയാണ് ഇപ്പോൾ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വിട്ടിട്ട് ആത്മാവാകുന്ന കർത്താവിന്റെ പിന്നാലെ അവന്റെ രാജ്യത്തിലെ ക്രിസ്തുവിനെ അനുഗമിക്കണം. ഇന്ന് അനേകർക്ക് വചനം അറിയത്തില്ല സഭയിൽ. കാര്യം, അവരനുഗമിക്കുന്നത് ക്രിസ്തുവിനെ അല്ലാത്തത് കൊണ്ട് ക്രിസ്തുവിന്റെ വചനം അവർ വസിക്കുന്നില്ല.
അതുകൊണ്ടാണ് വചനം പറയാൻ ചെല്ലുമ്പോ അനേർക്കും വചനം അറിയത്തില്ല. വന്ന് സഭയ്ക്കകത്ത് ഇരിക്കുന്ന എത്ര വർഷം എന്നറിയാം? 30 വർഷം 40 വർഷമൊക്കെ വചനം അറിയത്തില്ല. ഇപ്പോഴും വന്നിട്ട് പറയുകയാണ് ഇപ്പോ പണ്ട് പൗലോസിന്റെ ദേഹത്തിരുന്ന തുവാല കൊണ്ടുവന്ന് സ്വതം ഇങ്ങനെ ഇട്ട ഉടനെ രോഗി സൗഖ്യമായില്ലേ? ഇതുപോലെ വിശ്വാസ ദൈവദാസനെ ആ തുവാല വിട്ടിട്ട് 40 വർഷം സഭയ്ക്കകത്തിരുന്നോണ്ട് മൊരടിച്ചിരിക്കുന്ന എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. എങ്ങനെയുണ്ട്? സ്നാനപ്പെട്ടിട്ട് ഒരു കാല് സമുദായത്തിലും ഒരു കാല് ബന്ധക്കോസിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും സഭയ്ക്കകത്ത് വെച്ചോട്ട് പോകുന്നവർ വേറെയുണ്ട്. ചിലർ സ്നാനപ്പെടാതെ വർഷങ്ങളായിട്ട് സഭയ്ക്കകത്ത് ഇരുത്തിയിട്ട് അല്ലെങ്കിൽ സ്നാനപ്പെട്ടോന്നൊരു ചോദ്യമില്ല. അങ്ങനെ ഒളിച്ച് പാത്തിരിക്കുന്നവരുടെ ഇതൊക്കെ സഭയ്ക്കകത്ത് കിടക്കുക. ഇവരിങ്ങനെയൊക്കെ ആയിത്തീർന്നതിന്റെ ഉത്തരവാദിത്വം കൊടിയ ചെന്നായ്ക്കൾ തന്നെയാണ്. മനസ്സിലായോ? കൊടിയ ചെന്നായ്ക്കൾ തന്നെയാണ്. കാര്യം അവരെ നടത്തുന്നവർ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അനേകർ വഞ്ചിക്കപ്പെട്ടോണ്ടായിരിക്കുന്നത്. ഞാനൊരു ദുഃഖത്തോടൊരു സത്യം പറയാം. പലരും ദൈവവേല ചെയ്ത് പൂർത്തീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് 65-70 വയസ്സാകുമ്പോൾ സ്വന്തം പെരക്കകത്ത് കയറി മക്കളുടെ കാര്യം നോക്കിയിട്ടുണ്ട്. അവരിൽ മിക്ക പേരും ദൈവവേല ചെയ്യാതെയാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. അവർ 60 അല്ല 30, 35, 40 വർഷം ചെയ്ത വേല എന്ന് പറയുന്നത് ഏതെങ്കിലും സഭയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം പ്രാപിച്ച് നന്മകൾ പ്രാപിച്ച് സമ്പത്ത് പ്രാപിച്ചിട്ട് സത്യം വെളിപ്പെടുത്തി പറയാതെ ട്രാൻസ്ഫർ വാങ്ങി മുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് 65-70 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ സകലം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എത്ര പേർക്ക് പറയാൻ സാധിക്കും? ആമേൻ. ഹല്ലേലൂയ. വായിച്ചേ ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ശ്രദ്ധിക്കണം. ഇന്ന് സഭയ്ക്കകത്ത് ഉണർവുണ്ടോ എന്ന് വെച്ചാൽ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് അരമണിക്കൂർ തുള്ളുന്നതിനാണ് ഉണർവെന്ന് ഇന്ന് പറയുന്നത്. കാരണം എന്നാ? ഈ കള്ളപ്രവാചക ഈ കൊടിയ ചെന്നായ്ക്കളെ സഭയ്ക്കകത്ത് സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന നേതാക്കന്മാരെ തിരിച്ചറിയാൻ കണ്ണിന് കാഴ്ചയുള്ളവരില്ലാത്തിടത്തോളം ഒരിടത്തും ഉണർവ് വരാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നടത്തുന്നവർ വഴിതെറ്റിച്ചോണ്ടിരിക്കുന്ന ഇവര് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരല്ലെന്ന് ആർക്കും മനസ്സിലാകാത്തിടത്തോളം കാലം ഉണർവ് അവിടെ ഒന്നും വരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. സഹോദരം, ഞാനൊരു കാര്യം പറയും. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോയ്സ് എന്നാണെന്നറിയാവോ? ഈ ആയുസ്സിൽ എന്റെ കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവന്റെ രാജ്യത്തിൽ എടുക്കപ്പെടുക മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ആമേൻ, നിന്റെ ലക്ഷ്യം നല്ലതും സത്യവുമാണ്. അതല്ല ഇവിടെ നിന്നോണ്ട് എന്തെങ്കിലും സമ്പാദിച്ചു പ്രാപിച്ച് രക്ഷപ്പെട്ട് 10 പേരുടെ മുമ്പിൽ തലപൊക്കി ആളാകാൻ വേണ്ടിയാണ് വചനമൊക്കെ വലിച്ചെറിഞ്ഞ് വള്ളേ കളഞ്ഞോളുക, ഇന്ന് കഴിഞ്ഞിട്ടല്ലേ നാളെ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ പോകുന്ന ഒരുവനാണെങ്കിൽ ലോകത്തിൽ പലതും ലഭിച്ചെന്നിരിക്കും. ദൈവരാജ്യത്തിൽ അവൻ ഒരു കാലത്തും അവൻ അവിടെ പ്രവേശിക്കത്തുമില്ല. ഹല്ലേലൂയ. ദൈവദാസന്മാരെല്ലാം സ്വർഗത്തിൽ പോകുന്ന ഒരു തെറ്റായ ഉപദേശമാണ് ഇന്ന് ഇവിടെ കടന്നു വരച്ചോണ്ടിരിക്കുന്നത്. ഈ കള്ള ഉപദേശകന്മാർ, ഈ കള്ള ഇടയന്മാർ ഇവരെവിടെ പോകും? സത്യം പറയാത്തവരെവിടെ പോകും? സ്വർഗത്തിൽ പോവോ? അപ്പൊ അതിനൊക്കെ അവർ എക്സ്ക്യൂസ് കേട്ടത് എന്നാന്നറിയോ? സ്വർഗത്തിൽ പോകും ദൈവദാസനെ, അവിടെ പ്രതിഫലം കുറച്ചേ ഉള്ളൂന്ന്. ഏടാ, ഇത്രയും വലിയ വഞ്ചന കാണിച്ച കൊടിയ ചെന്നായെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകൂലേ? നീ കാണിച്ച വഞ്ചന എന്നാ? പരിശുദ്ധാത്മാവിന് നേരെ ദുഃഖിപ്പിച്ചാൽ, ആമേൻ, പരിശുദ്ധാത്മാവിന് ദൂഷണം പറഞ്ഞാൽ എന്നാ ഉണ്ടാകുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ ദൂഷണം പറയാന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു തെറ്റും കർത്താവ് ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ ഭോഷ്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ? എന്താ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം? പരിശുദ്ധാത്മാവ് എന്താ ചെയ്തത്? പരിശുദ്ധാത്മാവ് വരുന്ന ഒരു മനുഷ്യനിലാണ് അല്ലെ? പരിശുദ്ധാത്മാവ് വരുന്നത് ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെട്ടവനിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ എന്ത് സംഭവിക്കും? അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ്
ബോധം വരുത്തും. അത് മാത്രമല്ല, കർത്താവ് വരങ്ങളെ കൊടുക്കും, ശുശ്രൂഷയ്ക്കായിട്ട് സജ്ജമാക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ, ശുദ്ധീകരണം വരാതെ, ക്രമീകരണം വരാതെ, ഈ പറഞ്ഞ സത്യവചനത്തിൽ നിൽക്കാതെ, ഇതെല്ലാം ഉണ്ടെന്ന് കണ്ട് ഇതിനെ അഭിനയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ അടി ആരാ മേടിച്ചു കെട്ടാൻ പോകുന്നതെന്ന് ഓർത്തേ. ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയണം. ആമേൻ. ഹല്ലേലൂയ. ഇപ്സോദം ആ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. ആ ആ ആ ഞാൻ 3 സംവത്സരം ആ രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുകയും നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ഒന്നും കൂടെ വായിച്ച വാക്യങ്ങള്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ കൊടിയ ചെന്നായ്ക്കൾ കടക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനും വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കുകയും ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നതോ ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. അല്ലേ? അടുത്ത വാക്യം ഒന്ന് വായിച്ച 33. ആരുടെയും അപ്പൊ ശ്രദ്ധിച്ച്, എന്താ പ്രശ്നം? ഏതൊക്കെ കാര്യമാണ് ഇവർക്ക് പ്രശ്നം? ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ. അപ്പോ ഈ മോഹമായിട്ട് നടക്കുന്നവരാണ്, പണമോഹികളായവരാണ് കൊടിയ ചെന്നായ്ക്കൾ. പണമോഹികളെ, നിങ്ങൾ കൊടിയ ചെന്നായ്ക്കളാണ്. അല്ലേ? അല്ലേ? ദൈവദാസന്മാരായി വേഷം കെട്ടി നിൽക്കുന്നവരെ, ഹല്ലേലൂയ, പ്രസ്ഥാനത്തിൽ അറിയപ്പെടുന്ന പൊസിഷനിൽ ഇരിക്കുന്നവരെ, പരിശുദ്ധാത്മാവല്ല നിന്നെ ഈ സ്ഥാനത്താക്കുകയും മാത്രമല്ല പൊന്നോ വെള്ളിയോ മറ്റ് സാമ്പത്തിക അഭിവൃദ്ധിക്കോ വേണ്ടിയാണ് ഓടുന്നതെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്നത് മറ്റൊരാത്മാവാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് ഇത് തിരിച്ചറിയണം. കണ്ടോ, പൗലോസ് പറയുന്നത് ഞാൻ മോഹിച്ചിട്ടില്ല. അപ്പൊ മോഹിക്കുന്നവൻ എന്തു പറയണം? അപ്പൊ എന്താണ് ജനത്തെ ഭിന്നിപ്പിക്കുന്നത്? ജനത്തെ തരംതിരിക്കുന്നതിന് കാരണം പൊന്നും വെള്ളിയുമാ. മനസ്സിലാക്കണേ, കുഞ്ഞാടിൽ തന്റെ രക്തം അളവിലെ ചങ്കിൽ അവസാനമുള്ള രക്തവും ഊറ്റി നമ്മളെ രക്ഷിച്ചത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഇടയിലെ ശത്രുത്വങ്ങളെ കർത്താവ് ഇടിച്ചു കളഞ്ഞു കഴിയുമ്പോഴും അത് ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വരുന്ന ഓരോ വിശുദ്ധൻ വീണ്ടും പഴയതുപോലെ വേർതിരിവുകളിലേക്കും ഭിന്നതകളിലേക്കും കടന്നു പോകുന്നുണ്ടെ മനസ്സിലാക്കിക്കോണം, അത് വലിയ അപകടമാണ് വരുത്തി വെക്കുന്നത്. ഹല്ലേലൂയ. വലിയ അപകടങ്ങൾ വരുത്തി വെച്ചോണ്ടായിരിക്കുന്നത്. കണ്ടോ, അവിടെ വായിക്കുന്നത് ഞാരുടെയും പൊന്നോ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ. അടുത്ത വാക്ക് എന്റെ മുട്ടിന് എന്നോട് മനസ്സിലാക്കുന്നുണ്ടോ? ഇവർക്ക് അധ്വാനിക്കാൻ മനസ്സില്ല. അവര് കണ്ടത് ഏറ്റവും വലിയ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പത്ത് തലമുറകളുടെ കയ്യിലേക്ക് വരണം. അതിന് പാസ്റ്റർമാരുടെ വേഷം കെട്ടി വെള്ളയിട്ട് അവിടെ ചെന്ന് നിന്നാലേ ഇത് വിശ്വാസികൾ അംഗീകരിച്ച് കിട്ടത്തുള്ളൂ. അവിടെ ആരും കാണാതെ കുമ്പനാട്ട് കിടന്ന് അടിയുണ്ടാക്കുമ്പോ ശ്രദ്ധിച്ചോളോ, വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഈ പൊന്നും വെള്ളിയും മോഹിച്ചിട്ടുള്ള ഈ ദുർനടപ്പ് ദൈവം കണ്ടോണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാത്തിനും നേതൃത്വമാണെന്ന്, അല്ലേ? ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഇത് എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? ആരെയും വിധിക്കരുത്, അങ്ങനെ കുറെ പേര് ഇറങ്ങുക. ആരെയും വിധിക്കരുത്. ഈ ചെയ്യുന്നൊന്നും വിധിയല്ലേ. ഈ ചെയ്തു കൂട്ടുന്നത് എന്താണ്? ദൈവനാമത്തെ ദൂഷിപ്പിക്കുന്നത് എന്താണ്? പാസ്റ്റർമാര് മാനസാന്തരപ്പെടണം. ആ നേതൃത്വത്തിലിരിക്കുന്ന പാസ്റ്റർമാര് മാനസാന്തരപ്പെടണം.
യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അനേകർക്ക് സ്വന്തം കണ്ണുനീരായി തീർന്നുകൊണ്ടിരിക്കുന്നവര്, ഹല്ലേലൂയ, ക്രൂശിന്റെ ശത്രുക്കളായിക്കൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഇതെല്ലാം മനസ്സിലായി. ന്യായവിസ്താരത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാവന്റെ ശരിയായ രൂപം ദൈവം കാണിച്ചു തരുന്നത്. ഇപ്പോഴല്ല. ഇപ്പൊ എല്ലാം ശരിയാണ്, അല്ലെ? ഇപ്പൊ എല്ലാം ശരിയായിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലാക്കണം. നമുക്ക് ഇച്ചിരി കൂടെ മനസ്സിലായി. ആദ്യം എടുത്ത യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം എടുത്താട്ടെ. ഹല്ലേലൂയ. അതിന്റെ 2-ാം അധ്യായം 2-ന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 2-ാം അധ്യായം 11-ാം വാക്യം. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. സഹോദരനെ പകയ്ക്കുന്നവനോ, ശ്രദ്ധിച്ചേ, ഇതെന്താ പറയാൻ കാരണം? കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? യേശുവിന്റെ രക്തത്താൽ സമ്പാദിച്ചാണ് നമ്മെ ഓരോരുത്തരെയും. എനിക്ക് എത്ര വില കർത്താവ് ഇട്ടോ അത്രയും വില എന്റെ സഹോദരന് ഇട്ടിട്ടുണ്ട് കർത്താവ്. എനിക്ക് വേണ്ടി കൂടുതലൊന്നും കർത്താവ് മുടക്കിയിട്ടില്ല. കുമ്മനായിട്ടിരിക്കുന്ന ഒരുത്തനും കൂടുതലൊന്നും കർത്താവ് മുടക്കിയിട്ടില്ല. മനസ്സിലായോ? അത് ദൈവത്തിന്റെ നീതി വെളിപ്പെടണം. എന്താണ് ഇവിടെ പറയുന്നത്? സഹോദരനെ പകയ്ക്കുന്നവൻ, സഹോദരനെ പകയ്ക്കുന്നവൻ, അല്ലെ? അവിടെ വായിക്കുന്ന എന്താണ്? സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു. അപ്പൊ ഇത് രണ്ട് ഇരുട്ടിൽ നടക്കും. എന്താ കാരണം? സഹോദരനോടുള്ള പക അകത്ത് കിടക്കുകയാണ്. ആമേൻ. നമ്മൾ ഈ അകത്ത് പ്രമാണമില്ലാതെ കൂടുന്ന ഇടങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാം. നമ്മൾ ആ ഇടങ്ങളെ വിവേചിക്കുമ്പോൾ അറിയാൻ സാധിക്കും ഇവരിലൊന്നും ദൈവസ്നേഹം ഉണ്ടായിട്ടല്ല നിൽക്കുന്നത്. പലയിടത്തും പല ചേർവിലും പല എന്താ പറയുന്നത് പല തിരിവുകളിലാണ് പലരും നിൽക്കുന്നത്, അല്ലേ? സോദരം, പലരെയും വിവേചിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ് ഭിന്നത, കൊടിയ ഭിന്നത. ഒരു ദൈവാസം മറ്റൊരുത്തിനെ കാണാൻ കഴിയത്തില്ല. എന്താ കാരണം? ഞാനൊരിക്കൽ ഒരു പാസ്റ്ററോട് സംസാരിച്ച് വന്നപ്പോ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു വന്നപ്പോ ഉടനെ എന്നോട് എടുത്ത് ഇങ്ങനെ സംസാരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. വേറൊരു വ്യക്തിയെ കുറിച്ച് ഈ എന്നോട് സംസാരിച്ച പാസ്റ്റർ പറയുന്നത് എനിക്ക് അവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ചോദിച്ചാ എന്നാ പാസ്റ്റർ അങ്ങനെ പറഞ്ഞൊരു കാര്യം പറഞ്ഞു. അവനെല്ലാം ഉണ്ടല്ലോ. ശ്രദ്ധിക്കണേ, അവനെല്ലാം ഉണ്ടല്ലോ. അപ്പോ എന്താ പൗലോസ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി കണ്ടതെന്നാ? ആരുടെയും പൊന്നോ വെള്ളിയോ ഞാൻ മോഹിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? പൊന്നോ വെള്ളിയോ മോഹിച്ചാൽ സത്യം തുറന്നു പറയാതെ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാം. പല നന്മകളും പ്രാപിച്ച് ഞാൻ പറയാൻ കേട്ടോ, ഈ സമ്പത്ത് വല്ലാതെ കുത്തൊഴുകുന്ന സഭകളോ പ്രസ്ഥാനങ്ങളോ ശ്രദ്ധിച്ചോണം, അവിടെ സത്യവചനം ഒരിക്കലും പറയത്തില്ല. അത് പറയാൻ പറ്റില്ല. സത്യവചനം പറഞ്ഞാൽ അവിടെ ജനം അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല ഒരു നന്മയും കൊടുക്കത്തില്ല. കൊടുക്കാൻ എവിടെയാണ് ഈ പണം ഒഴുകുന്നതെന്നറിയാം? ഈ മുഖസ്തുതി പ്രയോഗിക്കുന്ന ഇടത്താണ് പണം ഒഴുകത്തുള്ളൂ. ജഡത്തിന്റെ സ്വഭാവമാണ് ഈ മുഖസ്തുതി പ്രയോഗിക്കുക. മുഖസ്തുതി പറയുമ്പോൾ അതിൽ സന്തോഷിക്കുക ജഡ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണത്. അതിനെ ജയിച്ച ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കും, എന്നെ കുറിച്ചൊരു വ്യക്തി അനാവശ്യ പ്രശംസ പറയുന്നത് എന്റെ നാശത്തിനാണ്. കൃപയുള്ളവനെ തിരിച്ചറിയത്തുള്ളൂ. ഇത് കൃപയിൽ നിന്ന് വീണവരുടെ എണ്ണം കൂടുതലല്ലേ, അല്ലേ? എന്നാണ് അവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആരുടെയും പൊന്നോ വെള്ളിയോ മോഹിച്ചിട്ടില്ല. ആമേൻ. സ്തോത്രം. നമ്മളിപ്പോ വായിച്ച വാക്യം തുറന്നു വായിച്ച സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇവൻ കുരുടനാ. ആരാ? ഈ കൊടിയ ചെന്നായ കുരുടൻ. ഇവന് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അകത്ത് പ്രമാണമില്ല, അകത്ത് സ്നേഹമില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പെന്തക്കോസ്തിന്റെ അകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാവോ? ഒരുവന് മറ്റൊരുത്തനെ ഇഷ്ടമല്ല. ആമേൻ. സ്തോത്രം. ചിലർക്ക് ചിലരെ ഇഷ്ടമല്ല. അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ചോദിക്കും, നീ എവിടത്തുകാരനാ? പിന്നെ സ്ഥലത്ത് അവിടെ എവിടെയാ? അപ്പൊ അവിടെ ഇന്ന സ്ഥലം. അപ്പൊ നിങ്ങൾ നേരത്തെ എവിടെയായിരുന്നു? മനസ്സിലാവുന്നല്ലോ ചോദ്യത്തിന്റെ പോക്ക്. ശ്രദ്ധിച്ചോ, അല്ലേ? അപ്പൊ ചോദിക്കാം, അത് നല്ലതല്ലേ ചോദിക്കുന്നു? തീർച്ചയായിട്ടും അതെ. വന്നോ മനുഷ്യനാണോ അല്ലോ എന്ന് അറിയണ്ടേ?
എന്താ ഈ ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാരണം? സഹോദരനെ പകച്ചോണ്ടിരിക്കുക. അവൻ ആരും ആകട്ടെ. എത്രയോ ദൈവദാസന്മാർ എനിക്കറിയാമെന്നറിയോ, ഇതൊന്നും നോക്കാതെ പ്രമാണത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്. അവരുടെ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുമ്പോൾ അവിടെ നിറയുന്ന ദൈവസാന്നിധ്യം നമ്മൾ അറിയുമ്പോൾ അറിയാം, ദൈവം ആ വ്യക്തിയോട് കൂടെ നിൽക്കുകയാണ്. അങ്ങനെ അനേക ദൈവദാസന്മാരുണ്ട് കേട്ടോ. ഈ കാലിക്കുറ്റി കണ്ടിട്ട് നിറകുറ്റിയാന്ന് പറയരുത്. ഈ കാലിക്കുറ്റിയാണ് ഈ നമ്മൾ നോക്കുമ്പോ ഈ പത്രത്തിന്റെ അകത്തും ലൈവ് മറ്റേ ഇതിന്റെ അകത്തൊക്കെ പിന്നെ ന്യൂസിന്റെ അകത്തൊക്കെ വരുന്ന ആരെ കുറിച്ചായത്? ഈ കാലിക്കുറ്റിയാണ്. അവരെ കണ്ടിട്ട് പറയാണ് ഒറിജിനൽ ഇതാണ്. ഒരിക്കലും അതൊക്കെ പണ്ടേ അതിന്റെ കാറ്റും പോയി സിലിണ്ടറിന്റെ മുകളിൽ നിൽക്കുന്ന ഈ അടയ്ക്കുന്ന ഒരു സാധനമുണ്ട്, കോക്ക് ചെയ്യുന്ന സാധനമുണ്ട്, മറ്റേ ഫില്ല് ചെയ്യുന്ന, അതൊക്കെ പണ്ടേ പറഞ്ഞു പോയതാ. ഇപ്പൊ വെറും കുറ്റികൾ. അതിലൂടെ വെള്ളം നിറയ്ക്കാം, മണ്ണെണ്ണ നിറയ്ക്കാം, മണ്ണ് നിറയ്ക്കാം, എന്തും നിറയ്ക്കാം. ഗ്യാസ് മാത്രമായിട്ട് തിരിക്കില്ലെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. വായിച്ചാട്ടെ, ആ ഭാഗം വായിച്ചാട്ടെ. ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ആത്മ കണ്ണുകൾ കുരുടാക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണെന്നറിയാം? എന്ത് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. വായിച്ചോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകുകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഈ കൊടിയ ചെന്നായ ഈ സഭയ്ക്കകത്ത് കയറുന്നത്? അവൻ നോക്കുന്നത് പണം എവിടെ കിടക്കുന്നു, പണത്തിന്റെ ഒഴുക്ക് എതിലൂടെ പോകുന്നു, ഇത് നോക്കിക്കൊണ്ടുള്ള സുവിശേഷ വേല. പണം എതിലൂടെ പോകുന്നു നോക്കിക്കൊണ്ടുള്ള സുവിശേഷ വേല അല്ലേ? അതിനെന്നാ കുഴപ്പം? അതെ, അവൻ ചോദിക്കുന്ന കാര്യമാണ് എന്താ കുഴപ്പമെന്നല്ലേ? അതിനെന്താ കുഴപ്പം? ഹല്ലേലൂയ. കർത്താവ് വരാറായി, അത് കഴിയുമ്പോൾ അറിയാം കുഴപ്പം എന്നാന്നുള്ളത്. അല്ല, എന്റെ ഭാഷയെ പറയാം, ഈ പ്രോസ്പെരിറ്റി പ്രസംഗിച്ചവനൊക്കെ നാട്ടിക്കൂടെ ഓടിച്ചിട്ട് തല്ലുന്ന കാണാം. ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. ആമേൻ. കാര്യം എന്നാന്നറിയാവോ? ഈ പിന്നെ ജാതികളുടെ കയ്യിലേക്ക് വീഴുമ്പോ അവരെ ഈ സ്പെഷ്യലായിട്ട് കൊല്ലാൻ നിർത്തുമ്പോഴേ അന്നറിയത് കറക്റ്റ് പറയണ. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ തള്ളിപ്പറയാൻ പറയും. അപ്പോ തള്ളി പറയാതെ രക്തസാക്ഷിയായി തീരുന്നവരുടെ മുമ്പിൽ ഇങ്ങനെയുള്ളവൻ ചെന്ന് നിൽക്കും. ഈ വലിയ പ്രസംഗവൻ പോയി നിൽക്കും, ഈ കൊടി ചെന്നായി പോയി നിൽക്കും. അവനോടും പറയും കർത്താവിനെ തള്ളിപ്പറയാന്ന് പറയും. അപ്പൊ അവൻ വേറെ ദൈവശാസ്ത്രം പറഞ്ഞ് അവൻ രക്ഷപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അവൻ വേറെ ദൈവശാസ്ത്രം പറഞ്ഞ് രക്ഷപ്പെടും. ഇതിലൊന്നും അല്ല, കർത്താവിന്റെ വരവൊക്കെ വേറെ വരുന്നുണ്ട്. അങ്ങനെ ചില തിരിവുകളൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഇരുന്നപ്പോ പ്രാപിച്ചതെന്നും പറഞ്ഞ് അവിടെയും കളിപ്പിച്ചിട്ട് സ്മൂത്തായിട്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് സ്വത്രം ഏത് ക്രിസ്തുവിന്റെ കൂടെ കൂടാൻ പോകുന്നവരും ഉണ്ട് ഇതിന്റെ അകത്ത്. മനസ്സിലാകുന്നുണ്ടോ? വായിച്ചാട്ടെ. സ്നേഹിക്കരുത്. ശ്രദ്ധിക്കണം, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ നമ്മൾ ആദ്യം വായിച്ച് പൗലോസ് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. ഞാൻ ആരുടെ വെള്ളിയോ പൊന്നോ വസ്ത്രമോ മോഹിച്ചിട്ടില്ല. അപ്പോ സഭയ്ക്കകത്ത് വരുമ്പോൾ പല ആഗ്രഹങ്ങളാണ് ആദ്യം ജനിക്കുന്നത്. ആദ്യം ഒരു വ്യക്തി വന്ന ഒരു ദേശത്തിലൊരു സഭ കണ്ടാൽ എനിക്കിവിടുന്ന് എന്ത് കിട്ടും, എന്ത് കിട്ടും. അപ്പം അത് വേറെ ചിലരും കൂടെ ആ സഭ നോക്കി വെച്ചേക്കുകയാണ്. അപ്പം ഇതിനു വേണ്ടി നോക്കി വെച്ച മറ്റേ പാർട്ടികൾ അവിടുന്ന് വിടണം. അതിന് അവർക്കുടെ നേരെ എന്തെങ്കിലും ആരോപണം അഴിച്ചുവിട്ട് അവരെ അയോഗ്യരാക്കും. ഇതൊക്കെയാണ് സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇപ്പോ, അല്ലേ? അവരെ അയോഗ്യരാക്കും. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരാൾ പറഞ്ഞു തുടങ്ങി, നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയാൽ നിന്നെ 4 പെണ്ണുങ്ങളെ വെച്ച് പെണ്ണുകേസ് തന്നെ പേർക്ക് ഉണ്ടാക്കും. എങ്ങനെയുണ്ട്?
അടുത്ത ദിവസങ്ങൾ കഴിയുമ്പോ ആളല്ല കേരളത്തിൽ അറിയപ്പെടുന്ന പെന്തക്കോസ്തിന്റെ ആത്മനിറവ് വെളിപ്പെടാനിരിക്കുന്ന സ്ഥലത്ത് ആ പെണ്ണുകേസി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നു. അതിനൊന്നും പരിഹാരമില്ല. ശ്രദ്ധിച്ചോ, ഇവരുടെ രീതി ശ്രദ്ധിക്കണം. ഇവരെന്ത് വൃത്തികേടും കാണിക്കും, എന്ത് ഭീഷണിയും പറയും. അത് വചനപ്രകാരം ഇന്നൊരു പാപം നീ ചെയ്താൽ രാത്രിയാകുന്നതിന് മുമ്പേ അത് പറഞ്ഞ് ക്രമീകരിക്കണം. എത്ര പേര് ക്രമീകരിച്ചു? ഈ വൃത്തികേട് പറഞ്ഞിട്ട് പോയി അന്ന് ക്രമീകരിച്ചോ? ഇവര് പറഞ്ഞവൻ ക്രമീകരിച്ചോ? കേട്ടവൻ ക്രമീകരിച്ചോ? ചോദിക്കുക. അപ്പൊ കേട്ടവനോട് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? കേട്ടോണ്ട് പോകാനല്ല പറയുന്നത്. അവന് നേരെ അന്യായം പറഞ്ഞവന്റെ അടുക്കൽ ചെന്ന്, സഹോദര, നമ്മൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ എന്നോട് അന്യായമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അവനെ ബോധിപ്പിച്ച് അവൻ മാനസാന്തരപ്പെട്ട അവനെ നേടണം. അങ്ങനെ ചെയ്തോ? തെറി കേട്ടവനോടാ ചോദിക്കുന്നത്. അത് ചെയ്തോ? ഇല്ല. ഇതിനൊന്നും എന്നെ കിട്ടത്തില്ലെന്നുള്ളതാ പറയുന്നത്, അല്ലേ? ഇതിനൊന്നും എന്നെ കിട്ടത്തില്ല. അപ്പൊ വരുന്ന കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേനും ഇതങ്ങോട്ട് രൂക്ഷമാകും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവരുടെ സംഘടനയുടെ അറിയപ്പെടുന്ന ഹെഡ് ക്വാർട്ടേഴ്സ്, അല്ലേ? അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളോ? ഞാൻ എന്റെ ഒരു ചോദ്യം, നമ്മൾ ക്രിസ്തുവിനെ നോക്കി നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ പൗലോസിന് കർത്താവിനെ നോക്കി ഇറങ്ങി വരുമ്പോൾ നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. പൗലോസിന് ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അനുഭവം എന്നറിയോ? നമ്മൾ ഇങ്ങോട്ട് പറയണം. നമ്മൾ വായിക്കുമ്പോൾ ഈ ഗലാത്യ ലേഖനത്തിന്റെ അകത്തേക്ക് നമ്മളൊന്ന് ചെല്ലണം. അതറിയണമെങ്കിൽ പൗലോസിന്റെ ഒരു അനുഭവം പറയുന്നത് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കണമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. കാര്യം നമ്മളെന്നും ചിന്തിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യേണ്ടവരാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ പൗലോസ് രക്ഷിക്കപ്പെട്ടു. പൗലോസ് ഈ ഗലാത്യ സഭയിൽ വിശുദ്ധന്മാർക്ക് ഇത് എഴുതുമ്പോൾ അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം ഒരുവനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ, എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഗുണമല്ല മറ്റൊരുവന്റെ ഗുണം നോക്കണം. ശരി തന്നെയാണ്. പക്ഷെ എന്നെ വിളിച്ച വിളിയേക്കാൾ വലുതായിട്ട് മറ്റൊരുവനെ, ഈ ഫാൻസ് അസോസിയേഷന്റെ ഒരു ആത്മാവുണ്ട്, അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥ പൗലോസിന്റെ കാര്യത്തിൽ കാണാൻ സാധിക്കും. താൻ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു. ഉടനെ അവിടെ സംഭവിക്കുന്ന എന്നാന്ന് ശ്രദ്ധിച്ചോ? അതിന്റെ 1-ാം അധ്യായം, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം, അതിന്റെ സ്തോത്രം അതിന്റെ 15 മുതൽ വായിച്ചേ, 14 മുതൽ വായിച്ചേ. എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും പോന്നു. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കണം. പൗലോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമാ, മറ്റുള്ള എന്റെ കൂട്ടുകാരെക്കാളും സഹോദരങ്ങളെക്കാളും യഹൂദ മതത്തിൽ മറ്റുള്ളവരെക്കാളെല്ലാം അധികം എരിവ് എനിക്ക് യഹൂദ മതത്തോടുണ്ടായിരുന്നു. താൻ ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പേ അവൻ അറിഞ്ഞ മാർഗത്തിൽ എരിവുള്ളവനായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവൻ അറിഞ്ഞ വിശ്വാസത്തിൽ എരിവുള്ളവനായിരുന്നു. ആ എരിവിൽ തന്റെ സമപ്രായക്കാരെക്കാളെല്ലാം താൻ വ്യത്യസ്തനായിരുന്നു. അവരിലെല്ലാം ഏറി ഈ പൗലോസ് എരിവുള്ളവനായിരുന്നു. മനസ്സിലായോ? വാക്ക് ശ്രദ്ധിച്ചോ? എന്നിട്ട് ആ എരിവിനെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവത്തെ പൗലോസ് കാണുന്ന എങ്ങനെയാണെന്നറിയാവോ? ഇത് ചെറുപ്പം മുതലേ സ്വർഗത്തിലെ ദൈവം എന്റെ ഹൃദയത്തിൽ ഈ എരിവ് തന്നിരുന്നു. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത് എന്താണ്? എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർച്ച്. അപ്പോൾ പൗലോസ് രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ദൈവസന്നിധി വന്നപ്പോൾ പൗലോസ് തിരിഞ്ഞു നോക്കുമ്പോൾ പൗലോസിന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഇത് ചെറുപ്പം മുതലേ ദൈവം എന്നെ തന്റെ രക്ഷയ്ക്കായിട്ട് എന്നെ തെരഞ്ഞെടുത്തതായിരുന്നു. അതുകൊണ്ടായിരുന്നു തന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ യഹൂദ മതത്തിനു വേണ്ടിയുള്ള എരിവ് അതിന്റെ ലക്ഷണമായിരുന്നു. ഞാൻ പറയും, ഇന്ന് ക്രിസ്തുവിന് വേണ്ടി പല മതത്തിലും പല മാർഗത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നിട്ടുള്ളവര് അന്ന് എരിവുള്ളവരാണെങ്കിൽ ഇന്നും ക്രിസ്തു നിമിത്തം എരിവുള്ളവരായിട്ട് ഇതിനെ നിർത്തും. കാര്യം ചെറുപ്പം മുതല് ഭക്തന്മാരായിരിക്കുന്ന പലരെയും ദൈവം ചെറുപ്പം മുതൽ വേർതിരിച്ച് നടത്തിക്കൊണ്ടുവന്ന അനുഭവത്തെ കുറിച്ച് പറയുകയാണ്.
ഈ ചെറുപ്പ കാലഘട്ടത്തിൽ പൗലോസ് രക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഈ ജീവനുള്ള ദൈവത്തെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കണം, പൗലോസ് ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ, ആമേൻ, പൗലോസിനെ ചെറുപ്പം മുതൽ ദൈവം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു എന്നുള്ള വലിയ സാക്ഷ്യം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. അതുകൊണ്ട് കുമ്പനാട്ട് കടന്ന് തലകുത്തി കടന്ന് അടിക്കുന്നവരൊക്കെ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പൗലോസുമാര് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും വംശനാശം വന്നു പോയിട്ടൊന്നുമില്ല. വായിച്ച ഭാഗം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, കണ്ടോ, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. സ്വർഗത്തിലെ പിതാവ് തന്റെ ഏകജാതൻ തന്റെ മടിയിലിരിക്കുന്ന പ്രിയപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് പൗലോസിന് വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിച്ചപ്പോൾ ഞാൻ ജാതികളുടെ ഇടയിൽ അറിയാതിരിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അത് എവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ. സ്വന്തം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന്, അറിയിക്കാതിരിക്കുകയല്ല, അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ. അതാ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പൗലോസിന്റെ ഹൃദയത്തിൽ പിതാവായ ദൈവം വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിച്ചപ്പോൾ ആ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ മുമ്പേ സ്വന്തം സീനിയോറിറ്റി നോക്കാൻ പോകാത്ത ഒരു മാർഗമുണ്ട്. അത് ക്രിസ്തു മാർഗമാണ്. മുമ്പ് തെറ്റിപ്പോയ ഒരുത്തനുണ്ടെങ്കിൽ അവൻ ശരിയാകുന്നവരെ പ്രാർത്ഥിക്കാൻ പുറകെ ക്യൂ നിൽക്കാന്നുള്ളതല്ല. അങ്ങനെയല്ല ഈ മാർഗം പഠിപ്പിക്കുന്നത്. സത്യവചനം എന്താ പഠിപ്പിക്കുന്നത്? ഒരുവൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ അവനെ ബോധം സ്വന്തം ഉപദേശിച്ചോണം. ഇന്ന് എത്ര പേര് റെഡിയാ? കേരളത്തെ ഇന്ന് വഷളാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ എത്ര ദൈവദാസന്മാര് ശബ്ദം ഉയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ ഞാൻ പോയില്ലെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പൗലോസിന് ആ പ്രാഗൽഭ്യമുണ്ട്. അതാ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ആരെങ്കിലും കാണുമ്പോ മുട്ടിടിക്കുന്നതല്ല, ആരെങ്കിലും കാണുമ്പോൾ കാല് വരയ്ക്കുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവാണോ അങ്ങനെയല്ല നടത്തുന്നത്. മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെല്ലുക. അവിടെ വായിക്കുന്ന വാക്യം കൂടെ വായിച്ചേ. എനിക്ക് മുമ്പേ യെരൂശലേമിലേക്ക്, കുമ്മനാടോ മുളക്കൊലയ്ക്കോ അവിടെ എവിടെ പുനലൂരൊന്നും അല്ല പോകേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നീ അഭിഷേകം പ്രാപിച്ച ആദ്യം അന്വേഷിക്കേണ്ട ആ ഇടങ്ങളല്ല. ദൈവാത്മാവ് നിന്നോട് പറയുന്നത് കേൾക്കണം. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളിടത്ത് പോയി ആശ്രയം വെച്ച് പാസ്റ്റർമാരിങ്ങനെ അടിമകളായി പോകുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് സ്റ്റെപ്പ് വെക്കുന്ന വിശുദ്ധന്മാരുണ്ട് കേട്ടോ ഭൂമിയിൽ. ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരെ പുറത്താരും അറിയുന്നില്ല. അവരവരുടെ വേല ചെയ്ത് കർത്താവിന്റെ കാകളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാത്തിന്റെ കണ്ണങ്ങ് കുമ്പനാട് കിടക്കുക. അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും മറിച്ചിലും ബഹളവും. ഇവനെയൊക്കെ ആരാണ് സ്വന്തം ദൈവത്തിന്റെ ദാസന്മാരാക്കിയെന്ന് ചോദിക്കാനുണ്ടിരിക്കാൻ. വായിച്ചേ. ചെയ്യാതെ പോവുകയും ശ്രദ്ധിച്ചേ, അവര് പൗലോസിനെ പരിശുദ്ധാത്മാവ് നടത്തുകയാണ് ചെയ്തത്. അറേബ്യയിലേക്ക് പോയി 3.5 വർഷക്കാലം അവിടെ ഇരുന്ന് ചിലത് ആത്മാവിൽ പ്രാപിച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വീണ്ടും സ്വന്തം എവിടെ നിന്ന് അറേബ്യയിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വരുന്ന സ്ഥലം മാറ്റത്തിന് കേന്ദ്രത്തിൽ കിടന്ന് തെറി ഉണ്ടാക്കുന്നവരെ മാനസാന്തരപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? സ്ഥലം മാറ്റത്തിന് സഭയ്ക്കും വേണ്ടി വഴക്കുണ്ടാക്കുന്ന ഈ ഭാഗം കണ്ടോ? പൗലോസിനെ നടത്തിയത് തന്നെ അങ്ങനെയാന്ന്. ആത്മാവ് പറഞ്ഞു, ഒരു മനുഷ്യനോ ആൾപെരുമാറ്റം ഇല്ലാതെ കിടക്കുന്ന വെറും മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പോകണം. അവിടെ ഏകനായിട്ടിരുന്ന് ദൈവാത്മാവിൽ നിന്ന് പ്രാപിക്കണം. അവിടുന്ന് മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പദ്ധതി ഇടുമ്പോൾ അത് കേൾക്കുന്നവൻ മാത്രമാ ദൈവകാര്യത്തിന് ഉപയോഗിക്കപ്പെടത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നിനക്കൊരു സഭ വേണമെന്നും പറഞ്ഞ് ഓടിപ്പോയി ഒരു കാർഡ് എടുക്കാം, മെമ്പർഷിപ്പ് എടുക്കാൻ ചെല്ലണം, അവിടെ പോയി കൂട്ടു നിൽക്കണം. അവിടെ സീനിയർ പാസ്റ്റർമാരൊക്കെ ഇതൊന്നും ദൈവത്തിന്റെ വചനം പറയുന്നില്ല കേട്ടോ. വഷളത്തരങ്ങളെല്ലാം തുണയ്ക്കാൻ വാക്യം കണ്ടുപിടിക്കുന്നവരെ വചനമാകുന്നത് പോലെ നീ ഒന്ന് വായിച്ചേ, നിന്റെ കണ്ണ് തെളിയുമാറാകട്ടെ. വായിച്ചേ.
എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ ശ്രദ്ധിക്കട്ടെ, എങ്ങോട്ട് പോയില്ല? എങ്ങോട്ടാ പോകാതിരുന്ന്? യെരൂശലേമിലേക്ക് പോയില്ലെന്നേ. ഞാൻ പറയാം, നമ്മൾ കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചിട്ട് ആരെ കണ്ട് കാണിക്കാൻ വേണ്ടി പോകരുത്. അവിടെ നിന്ന് ആ ദൈവദാസം വരും, അയ്യോ അവരെ ഒന്ന് കാണിക്കട്ടെ, അവരുടെ അടുത്ത് ഞാൻ ഇതൊക്കെ പ്രാപിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ വെളിപ്പാടൊക്കെ കണ്ടിട്ടുണ്ടെന്ന് കാണിച്ചു അവരെ ഒന്ന് കാണിക്കണം. ഞാൻ പറയട്ടെ, അത് പക്വത വന്ന ഒരുവന്റെ ഹൃദയമല്ല. ആത്മീക പക്വത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലം കളഞ്ഞ് അങ്ങോട്ട് ഓടുന്നതല്ല. ഇവിടുന്ന് ന്യൂയോർക്കിലേക്കോ അല്ലെ ഹൂസ്റ്റണിലേക്ക് പോകുന്നതൊന്നും അല്ല ദൈവാത്മാവിന്റെ നടത്തിപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ അങ്ങോട്ട് ട്രംപ് കൊരവള്ളിക്ക് പിടിച്ച് ചാടിച്ചു വിടും ഇങ്ങോട്ട്. കാര്യം കർത്താവ് തന്നെ തുടങ്ങി, ചിലരെ തൊടാൻ തുടങ്ങി. കാര്യം എല്ലാത്തിനെയും പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ കുറെ എണ്ണം ഇതും പറഞ്ഞിട്ട് നടപ്പുണ്ട്. അങ്ങോട്ട് ചെല്ല്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇന്ന് പകൽ നേരം തിരിച്ചറിയണം, യെരൂശലേമിലേക്ക് പൗലോസ് പോയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ പറയാം, അത് അങ്ങനെ നമ്മൾ തന്നെ നിൽക്കരുത്. നമ്മൾ ഒരിക്കലും അങ്ങനെ തന്നെ നിൽക്കാൻ പാടില്ല. നമ്മളൊരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കണം, അല്ലേ? എന്നിട്ട് അവൻ പറയുന്നത് പോലെയെല്ലാം നമ്മൾ ചെയ്തോണം. എന്നിട്ട് പിന്നെ അടുത്തവരെ പ്രസാദിപ്പിക്കണം. അപ്പൊ അവന്റെ വിളച്ചിൽ ഇങ്ങോട്ട് എടുക്കും. ഏതിന്റെ പേരില? സഭയുടെ പേരിലല്ലേ? ആമേൻ, സ്തോത്രം. കേട്ടാൻ അറയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. അറയ്ക്കുന്ന കാര്യങ്ങൾ, അറപ്പ് തോന്നും, അറപ്പ്. വായിച്ചേ. അറബിയിലേക്ക് പോവുകയും മനസ്സിലായോ? കർത്താവ് പൗലോസിനെ വിളിച്ച സമയത്ത് ആദ്യം ഞാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ, ഞാൻ പറയാം, അങ്ങോട്ട് പോയാൽ എന്നാ പറ്റുമെന്ന് അറിയാവോ? പത്രോസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ, എനിക്ക് എൻ്റെ ചരിത്രഭാഗം അറിയത്തില്ലെങ്കിലും പത്രോസ് അവിടെ നടക്കുന്ന തന്നെ അവിടെ യവനന്മാര് യഹൂദന്മാരുമായിട്ട് കിടന്ന് അവിടെ കിടന്ന് വഴക്ക. എന്നാന്നറിയാം, മേശയിലെ ശുശ്രൂഷയുടെ വിഷയം പറഞ്ഞുകൊണ്ട് വഴക്ക. അപ്പൊ ജ്ഞാനവും അഭിഷേകത്തിന്റെ നിറവും ഉള്ള ഒരു വ്യക്തികളെ പിടിച്ച് എന്ത് ചെയ്യണം? മേശയിലെ ശുശ്രൂഷയ്ക്ക് നമ്മുടെ സ്തേഫാനോസ് പോയ പോലെ അങ്ങനെ ചെന്നാൽ അവിടെ ചെന്ന പൗലോസിന്റെ പണി എന്ന് പറയാം, പാത്രം കഴുകാം, നിലം തുടയ്ക്കാം, മേശ കഴുകാം, കക്കൂസ് കഴുകാം. ഇതാണ് പണി. ബൈബിൾ കോളേജിൽ പോയാൽ ഇതൊക്കെയല്ലേ നടക്കുന്നത്, അല്ലേ? ആരെങ്കിലും അഭിഷേകത്തിന്റെ നിറവിൽ പുറത്തു വന്നിട്ടുണ്ടോ? അപ്പൊ ഞാൻ അഭിഷേകത്തിന് നമ്മൾ വേറെ ഇരുന്ന് നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ച് നമ്മൾ പ്രാപിച്ചാണ് പുറത്തു വരേണ്ടത്. തീർച്ചയായും അങ്ങനെ തന്നെയാ വരേണ്ടത്, തീർച്ചയായും വരും. പക്ഷെ യെരൂശലേമിലേക്ക് പോകുന്ന എന്തിനാ പിന്നെ? വായിച്ചേ. 3 വർഷം കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണം, പൗലോസിന്റെ വളർച്ച ശ്രദ്ധിക്കണം. 3 വർഷം. അപ്പൊ ഈ 3 വർഷവും പൗലോസിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവെ ഈ പ്രാപിച്ച വെളിപ്പാടുകളെല്ലാം താൻ കാണുകയും അറിയുകയെല്ലാം ചെയ്തിട്ട് ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ കർത്താവ് എന്നെ യെരൂശലേമിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. അപ്പൊ നമ്മളെ ഈ പക്വതയില്ലാതെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയുണ്ട് കേട്ടോ, അത് കർത്താവ് അനുവദിക്കും, പക്ഷെ അത് നമുക്ക് ഗുണമാകത്തില്ല. ആമേൻ. പക്വതയില്ലാത്ത ചില പ്രാർത്ഥനകൾ പൗലോസ് ആഗ്രഹിച്ചു. എന്താ? അവർക്കുമായിട്ട് യെരൂശലേമിൽ ചെന്ന് മുഖപരിചയം ആകേണ്ടതിന്. അങ്ങനെയല്ലേ പറയുന്നേ? വായിച്ച ഭാഗം. 3 വർഷം കഴിഞ്ഞിട്ട് പത്രോസുമായിട്ട് മുഖപരിചയം ആകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം പത്രോസിനോട് കൂടെ താമസിച്ചു. വായിക്ക്. എന്നാൽ അല്ലാതെ കണ്ടോ? അപ്പോൾ യാക്കോബിനെ കണ്ടു, വേറെ അപ്പോസ്തലന്മാരെ ആരെയും. ഞാൻ പറയും ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ പൗലോസ് ഈ കാര്യം പറയുമ്പോ 15 ദിവസം അവരോട് കൂടെ ചെന്ന് താമസിച്ചു കഴിയുമ്പോ എന്തോ പ്രത്യേകത നടക്കും എന്നുള്ള ചിന്തയാണ് പൗലോസിനെ ഭരിച്ചത്. ആശ തീരുമാർ അവിടെ താമസിച്ചു, പ്രത്യേകതയൊന്നും കണ്ടില്ല. നമ്മൾ ചില പ്രത്യാശയ്ക്കോ ആശയ്ക്കോ ചില ഇടത്തു പോകണം, ചില പാസ്റ്റർമാരെ കാണണം, അവരോട് കൂടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെന്നാലും ദൈവാത്മാവല്ല നിന്നെ നടത്തുന്നെങ്കിൽ വെറുതെ അവിടെ നിന്നിട്ട് തിരിച്ചു വരാനേ പറ്റത്തുള്ളൂ. ദൈവാത്മാവ് നിന്നെ നടത്തിയാൽ മരുഭൂമിയാണെങ്കിലും ശരി, നിന്റെ മുമ്പിൽ വെളിപ്പാടുകളുടെ കലവറ സ്വർഗം തുറക്കും. ആമേൻ. ഹല്ലേലൂയ. ഭാഗം വായിച്ചേ. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ വേറെ ഒരുത്തനെയും കണ്ടില്ല. ശ്രദ്ധിക്കണം,
ഇതൊക്കെ നടന്നപ്പോഴും പൗലോസ് ആ പറയുന്ന വിഷയത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോസ്തലന്മാരെ കാണാനായിട്ട് ചെന്നു, അവരോടുകൂടെ 15 ദിവസം താമസിച്ചു. 10 ദിവസം ഉണ്ടായിരുന്ന യാക്കോബുണ്ട്, വേറെ അപ്പോസ്തലന്മാരെ ഒന്നും കണ്ടില്ല. എന്തു മനസ്സിലായി? ഇവൻ ആശിച്ച തൃപ്തി അവിടുന്ന് കിട്ടിയില്ല. കിട്ടിയോ? നമ്മൾ ചില ഇടങ്ങൾ നോക്കി തൃപ്തിപ്പെടാൻ ഓടും കേട്ടോ, അവിടെയൊന്നും നിനക്ക് വേണ്ട തൃപ്തി ഇരിക്കത്തില്ല. എന്നാൽ നീ ദൈവാത്മാവിനനുസരിച്ച് നീ ഓടുവാൻ തയ്യാറാണെങ്കിൽ, പൗലോസ് ദൈവസന്നിധിയിൽ അവർ തൃപ്തനാക്കപ്പെട്ടെങ്കിൽ നമുക്കും അവന്റെ സന്നിധിയിൽ ആശയ്ക്ക് വകയുണ്ട്. ആമേൻ. ആ ഭാഗം വായിച്ചേ. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അടുത്ത വാക്യം പോട്ടെ. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ദോഷമല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ പോയി യഹൂദിയയിലെ സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായി. ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ് ഈ സഭകളിലൂടെ ദേശങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ പൗലോസിനെ കുറിച്ച് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ താൻ അറേബ്യയിൽ നിന്ന് പ്രാപിച്ച 3.5 വർഷം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കീഴുന്ന ആത്മീക വെളിപ്പാടുകളെ പ്രാപിച്ചു. പക്ഷെ ആ വെളിപ്പാടൊക്കെ പൗലോസ് പ്രാപിച്ചാലും ഇവൻ കടന്നു ചെല്ലുന്നിടത്തെല്ലാം പൗലോസിന്റെ കിട്ടുന്ന അംഗീകാരം എന്നാണെന്നറിയാം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പൗലോസ് കിട്ടുന്ന അംഗീകാരം അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ എന്നും മാത്രം. എന്തായാലും മനസ്സിലാകുന്നത്, എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? ഓ, പൗലോസന് അവൻ ശൗല്, അവൻ എന്ത് സഭതോറും കയറി നമ്മളുടെ അപ്പച്ചന്മാര് ആങ്ങളമാര് പെങ്ങന്മാരെയൊക്കെ അവിടെ ഇട്ട് ഉപദ്രവിച്ചുകൊണ്ട് കൊല്ലാൻ തുടങ്ങിയവനായിരുന്നു. ഇവന് പിന്നീട് ക്രിസ്തുവിലേക്ക് വന്നു കേട്ടോ. ഓ, ദൈവത്തിന്റെ മഹത്വം. അത്രയും പറഞ്ഞ് എല്ലാവരും അവന് പരിധി ഇടാൻ തുടങ്ങി. മനസ്സിലാക്കിയോ? പരിധി ഇടാൻ തുടങ്ങി. അവന് പൗലോസിന് പരിധികൾ വെച്ചു. എന്താ അവന് വെച്ച പരിധി? അവൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പൊ അവൻ സ്വീകരിച്ചു. അത്രയും പറഞ്ഞു നിർത്തേ. ഞാനൊരു കാര്യം പറയാം കേട്ടോ, ദൈവാത്മാവ് നടത്താതെ നമ്മൾ എവിടെയെങ്കിലും ചെന്നാലുണ്ടല്ലോ ഒരു ശുശ്രൂഷയും വെളിപ്പെടുത്തില്ല. ദൈവാത്മാവ് നടത്താതെ ഒരു സ്ഥാനത്ത് കയറി ഇരുന്നാൽ നീ അവിടെ ഇരിക്കത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന റൂട്ടിൽ നീയോ നിന്റെ പ്രസ്ഥാനമോ എത്തത്തുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ചെന്നു പൗലോസിന്റെ ആഗ്രഹം പോലെ പോയ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് ചെന്ന് എല്ലാ സഭകളുടെ അകത്ത് ചെന്നപ്പോ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നീ അല്ലേ? ഞങ്ങൾ അറിഞ്ഞിരുന്നു. നീയല്ലേ പണ്ട് മുടിച്ച് എല്ലാ വിശുദ്ധന്മാരെ എല്ലാം തകർത്തോണ്ടിരുന്നു, നീയായിരുന്നു. നീ വിശ്വാസത്തിലേക്ക് വന്നല്ലേ? ഓ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആയിക്കോട്ടെ, നമുക്ക് ഇനി കർത്താവ് സഹായിച്ച് ഇനി കാണാം. അത്ര മാത്രം കണ്ടോ? എന്ന് മാത്രം കണ്ടോ? അതിന്റെ പരിധി ശ്രദ്ധിച്ചോ? കാരണം എന്നാ? കർത്താവ് അവനെ വിടാറായില്ല. എന്താ കാരണം എന്നറിയോ? ഇവനിപ്പോ ആരാധനയുടെ ഭാഗമായിട്ട് വിശ്വാസത്തിൽ ആദ്യം വരുമ്പോൾ ആരംഭ ദശയിൽ ഇങ്ങനെ ഓടിച്ചിടത്ത് പോകണം, ചിലത് കാണണം, ചിലത് അറിയണം. ഇച്ചിരിയൊക്കെ കാശൊക്കെ എടുത്തങ്ങ് വിനിയോഗിച്ചിട്ട് പറയും ഞാൻ എന്റെ ആരംഭ ദശയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ലെവലിലാണ് നിന്ന്. അപ്പോഴും പൗലോസ് പ്രാപിച്ച വെളിപ്പാട് ഒരിടത്ത് പോലും വെളിപ്പെടുത്താൻ സ്വർഗത്തിന് ദൈവം അനുവദിച്ചില്ലെന്ന് മനസ്സിലാക്കണം. അവിടെ ആരും അവനിലുള്ള വെളിപ്പാട് കേട്ടിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ അംഗീകരിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദൈവത്തിന് അറിയും എങ്ങനെയാണ് അംഗീകാരം കൊടുക്കേണ്ടതെന്ന്. അടുത്ത വാക്യം എന്താ വായിക്കുന്നേ? അടുത്ത വാക്യം വായിക്കുക. ശ്രദ്ധിക്കണം, 14 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. അടുത്ത വാക്യം. എന്തേ ഇത് എടുത്തു പറഞ്ഞത്? നിർത്ത്. എന്തേ അത് എടുത്തു പറഞ്ഞത്? ഞാനൊരു വെളിപ്പാടനുസരിച്ച് പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് പോയതോ? അതെന്റെ ആഗ്രഹമായിരുന്നു. നമ്മൾ പലതുവേ കേട്ടോ, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്റെ ആഗ്രഹം അത് ചെയ്യണം കേട്ടോ. നീ ചെയ്ത ഒരു കുഴപ്പമില്ല, ഒരു തടസ്സമില്ല. പക്ഷെ നീ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. മനസ്സിലായോ? ആളല്ലേ? നമ്മൾ ചിലപ്പോ ചിന്തിക്കുക അവിടെ എല്ലാം വിട്ട് നമ്മൾ ഇവിടെ ഒരു വീട് വെച്ച് ഇവിടെ സെറ്റപ്പായ കാര്യം നടക്കില്ല. നോക്കിക്കോ. എന്നാൽ വെളിപ്പാടനുസരിച്ച് നിന്നോട് പോകുക. ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറഞ്ഞാലുണ്ടല്ലോ അവിടെ അതിശയങ്ങൾ വെയിറ്റ് ചെയ്യും. ഇന്ന് നടക്കുന്നത് എന്താണെന്നറിയാവോ? ഈ കള്ള പ്രവാചകന്മാരും ഈ പറയപ്പെടുന്ന കൊടിയ ചെന്നായ്ക്കളും
ഇന്ന് സഭയ്ക്കകത്തൂടെ പ്രവർത്തിക്കുമ്പോൾ അതിനുവേണ്ടി കാത്തിരുന്ന് ദൈവപ്രവർത്തിക്ക് വേണ്ടി നിൽക്കുന്നവർ ഇന്ന് ഇല്ലെന്ന് മനസ്സിലായോ? ഇന്ന് അവരുടെ കൂടെ ഇവരുടെ കൂടെ എല്ലാം കാഴ്ചയ്ക്ക് വേണ്ടി പോകും. ഇതല്ല വേണ്ടത്. പൗലോസ് ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? 14 വർഷം കഴിഞ്ഞപ്പോ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി മാറ്റമായി. അപ്പോൾ ഈ 14 വർഷത്തിന് ഇടയ്ക്ക് ഒരിക്കൽ പോലും പൗലോസിന് എങ്ങോട്ട് പോകണമെന്നില്ല, യെരൂശലേമിലേക്ക് പോകണമെന്നില്ല. ഞാനൊരു കാര്യം, മുട്ടിന് യെരൂശലേമിൽ പോകുന്നവരോടൊരു കാര്യം പറയാം. മുട്ടിന് പ്രസ്ഥാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി ഏതാണ്ട് മഹത്വം ഉണ്ടെന്ന് പറയുന്നവരെ ഞാനൊരു കാര്യം പറയാം. നീ എന്ന് വെളിപ്പാടിലേക്ക് മടങ്ങി വരുന്നോ അന്നേ നിന്റെ മുമ്പിൽ ദൈവം വഴി തുറക്കത്തുള്ളൂ. ആമേൻ. എന്താണ് ആ ഭാഗം വായിക്കുന്നത്? 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും വായിച്ചേ പോയി. വെളിപ്പാടനുസരിച്ചത്രേ പോയത്. ഈ വെളിപ്പാട് എന്നാന്നറിയാവോ? ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. വെളിപ്പാട് ആത്മീക ജീവിതവുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. ആദ്യം യെരൂശലേമിലേക്ക് പോയി ആത്മീയ ജീവിതമായിട്ട് ബന്ധമില്ലെന്നേ. നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വേണം കേട്ടോ തൊടാനായിട്ട്. ഇവിടെ ശ്രദ്ധിക്കണം. പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ ഓടുന്നതോ സുവിശേഷം വിവരിച്ചു. ശ്രദ്ധിച്ചു. അപ്പൊ എന്താ ഈ പോകുന്ന യാത്രയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. എന്നാന്നറിയാവോ? പണ്ട് ഈ മാർഗം മുടിച്ചവനെന്നുള്ള ആ സാക്ഷ്യം പറച്ചിൽ നിർത്തി. ഈ ആരംഭത്തിലാണ് ഞാൻ പണ്ട് കുടിച്ചു ബോധമില്ലാതെ ഓടെ കിടക്കുമായിരുന്നു പറഞ്ഞിട്ട് പിന്നെ അടുത്തൊരു 30 വർഷം പരസ്യവും കൺവെൻഷൻ സ്റ്റൈലിൽ കൂടെ കയറി കിടക്കുന്നവർ ശ്രദ്ധിച്ചോണം. അതല്ല ഇതിനെ കുറിച്ചുള്ള പദ്ധതി. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ആത്മ പറഞ്ഞിരിക്കുന്ന 14 വർഷം എന്ത് വെയിറ്റ് ചെയ്തു. ഒരു വെളിപ്പാടനുസരിച്ച് സ്റ്റെപ്പ് വെച്ചു. അവിടെ ചെന്ന് പണ്ട് താൻ ക്രിസ്ത്യാനി ആയിരുന്നവനെ എങ്ങനെ കൊന്നേന്നുള്ള സാക്ഷ്യമല്ല പറയാൻ പോയത്. പിന്നെ എന്നാ പറയാൻ പോയത്? താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട്, അറേബ്യയിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട് താൻ ആരോട് വിവരിച്ചു? പത്രോസ്, യാക്കോബ്, യോഹന്നാനോട് വിവരിച്ച് പറയുവാനായിട്ട് പോയി. ഇതിനായിട്ടാണ് അവർ വന്നത്. ഇതിനായിട്ടാണ് പൗലോസ് വന്നത്. ശ്രദ്ധിക്കണം. ആ വെളിപ്പാട് ആരിലുണ്ടായിരുന്നു? പൗലോസിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെളിപ്പാടാണ്. അപ്പൊ മനസ്സിലാക്കണം, നാം ആത്മീക ശുശ്രൂഷയിൽ വളരണമെന്നുണ്ടെങ്കിൽ നാം പ്രാപിച്ചത് പ്രസംഗിക്കേണ്ട ഇടത്ത് തന്നെ പ്രസംഗിക്കാവുള്ളൂ. കണ്ട സ്റ്റേജ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് ചെല്ലരുത്. ദൈവാത്മാവ് നടത്തുന്ന ഇടത്തെ ചെല്ലാവുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. എവിടുന്നൊക്കെ എനിക്ക് കത്ത് വന്നു, അങ്ങോട്ടല്ല ഓട്ടമാണ്, ശുശ്രൂഷയാന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, അത് ശുശ്രൂഷയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ആത്മാവിന്റെ ശുശ്രൂഷ അതല്ല. പരിശുദ്ധാത്മാവ് പറയണം പോകണോ വേണ്ടയോ എന്ന്. പരിശുദ്ധാത്മാവ് അറിയിക്കണം പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം പൗലോസ് അവിടെ ചെയ്ത് സംബന്ധിച്ചോ. അവിടെ കാര്യങ്ങൾ ഞാനൊന്നും മറച്ചു വെച്ചില്ല. നാം ചെല്ലുന്നിടത്തൊക്കെ എല്ലാം വെളിപ്പെടുത്തി പറയാറുണ്ടോ? എല്ലാ സ്റ്റേജിലും സത്യമായി വെളിപ്പെടുത്താറുണ്ടോ? അല്ലെ പിന്നെ നിനക്ക് കിട്ടുന്ന നിയോഗങ്ങൾ ഏതാണ്? ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? ഒളിച്ചും പാത്തും മറച്ചും മുറിച്ചും പറയാ ഒരുവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അവനെ അങ്ങനെ അനുവദിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവല്ലെന്ന് ഈ വൈകിയ വേള എനിക്ക് അടിവരയിട്ട് പറയാനുള്ള അവകാശമുണ്ട്. വായിച്ച ഭാഗം തുറന്ന് വായിച്ചേ. വേഗം നിർത്താം. വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം, അതായത് ആദ്യം പൗലോസിന്റെ ശുശ്രൂഷ യെരൂശലേമിലല്ല വെളിപ്പെട്ടത്, ജാതികളുടെ ഇടയിലാണ് പൗലോസ് പ്രസംഗിച്ചത്. അല്ലെ? ജാതികളുടെ ഇടയിലെ ശുശ്രൂഷ ഹാലലിയ സ്തോത്രം, ഹാലലിയ പൗലോസിനും യഹൂദന്മാരുടെ ഇടയിലെ ശുശ്രൂഷ പത്രോസിനുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, താൻ പ്രാപിച്ച വെളിപ്പാട് ആദ്യം ജാതികളുടെ ഇടയിൽ പ്രസംഗിച്ചു. അപ്പോൾ ആ പ്രസംഗിച്ച പ്രസംഗം ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എങ്ങോട്ട് പോയത്. മനസ്സിലാവുന്നുണ്ടോ? ആത്മീകത്തിന്റെ ഗ്രേഡ് വർദ്ധിച്ചിട്ട് മാത്രമാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യെരൂശലേമിലേക്ക് പോകാവുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ചെന്ന് പല കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പേ ആത്മീകമായി ബലം പ്രാപിച്ചിട്ടേ പോകാവുള്ളൂ.
അല്ലാതെ ചെന്ന് വലിഞ്ഞ് കയറരുത്. കാര്യം ആത്മാവിൽ നടത്തപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ നിയമം ബാധകമാവുന്നുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ നടക്കുകയും ആത്മാവിന്റെ ആലോചനയ്ക്കനുസരിച്ച് നിൽക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ നിയമങ്ങളും വ്യവസ്ഥകളും ആത്മാവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ബാധകമാവുന്നുള്ളൂ. വായിച്ചേ. എന്റെ കൂടെയുള്ള തീത്തോ. ശ്രദ്ധിച്ചേ, ഇനി അടുത്തത് വെളിപ്പാട് പ്രാപിച്ചു. അടുത്തത് ശുശ്രൂഷയിൽ താൻ പ്രാപിച്ചത് യെരൂശലേമിൽ കൊണ്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ പ്രമാണികളോട് അറിയിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ അടുത്തത് ജീവിതത്തിൽ ഒരു അനുഭവം കൂടെ വേണം, അല്ലേ? സുവിശേഷ വേലയിൽ വെറുതെ വന്നിട്ട് പ്രാപിച്ചു, നേടി, വെട്ടിപ്പിടിച്ചു എന്നല്ല, നഷ്ടങ്ങൾ വന്നവനെ പരിശോധനയ്ക്ക് റെഡിയാകത്തുള്ളൂ. ഇന്നാരും ആത്മീയത്തിൽ വന്ന നഷ്ടങ്ങൾക്ക് റെഡിയല്ല, ലാഭങ്ങൾക്കും വളർച്ചയ്ക്കും വെട്ടിപ്പിടുത്തത്തിനും വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്നാന്നറിയോ? തീത്തോസ്, വായിച്ചേ. യവനെങ്കിലും നിർബന്ധിച്ചില്ല. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നേന്നറിയാവോ? അങ്ങോട്ട് ചെന്നത് ദൈവാത്മാവ് നടത്തി. നീ ഒരു കാര്യം ചെയ്യുക, തീത്തോസ്, എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമേ, ഈ വിഷയം തീത്തോസ് പരിച്ഛേദന ഏറ്റിട്ട്, ഇവിടെ സ്നാനപ്പെട്ടവരാ, പോയി പരിച്ഛേദന ഏറ്റിട്ട് പൗലോസിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നിരുന്നിട്ട് പറഞ്ഞു, ഞാൻ പരിച്ഛേദന ഏറ്റുകട്ടോ, ഇനി കുഴപ്പമൊന്നുമില്ല, അവര് പറഞ്ഞ കാര്യം ശരിയായി എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവനെ ഓർത്ത് ദൈവസന്നിധിയിൽ ഭാരത്തോടെ പൗലോസ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരുപക്ഷെ എനിക്ക് മനസ്സിലാകുന്ന പൗലോസിന് നിയോഗം കിട്ടുന്നത്, ഈ യെരൂശലേമിലേക്കൊന്ന് പോകണം, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ കാണിക്കാൻ പോവാ, ഞാൻ നിന്റെ ചില കാര്യം പൊളിച്ച് വെളിപ്പെടുത്താൻ പോവാ. നീ യെരൂശലേമിലേക്ക് വെറുതെ പോയാൽ ഒന്നും നടക്കില്ല. ദൈവാത്മാവ് നിയോഗം തരണം. അവിടെ നീ ചെന്നാൽ ചിലത് നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചാട്ടെ. ശ്രദ്ധിക്കണം, ഇവിടെ വന്ന കള്ള സഹോദരന്മാർ നുഴഞ്ഞു വന്നിട്ട് അവർക്കുള്ള സ്വാതന്ത്ര്യം നോക്കി. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നാണെന്നറിയാവോ? ഈ ജനത്തിന് വചനം അറിയാവോ? ഇവരുടെ ഉപദേശം എങ്ങനെയാ? ഇവർ ഏത് വിധത്തിലാണ് ഇവരുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്? ഇത് സൂക്ഷ്മം കള്ളന്മാർ നോക്കും, എന്നിട്ടേ അകത്ത് കയറത്തുള്ളൂ. എവിടെയാണ് വീക്കായിട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് ഇവന് അറിവില്ലാതിരിക്കുന്ന, ആ വിഷയത്തിലായിരിക്കും ഇവർ കയറി പിടിക്കുന്നത്. ഇന്നത്തെ കള്ളന്മാരും സഭയ്ക്കകത്ത് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനത്തിന് ഏത് വിഷയത്തെ കുറിച്ചാണോ അറിവില്ലാതിരിക്കുന്നത് അവിടെ സംസാരിക്കും. ചില മിടുക്കന്മാര് ഭയങ്കര മുഴുത്ത ബൈബിൾ സ്റ്റഡി നടത്തും. ഇവര് ചത്താലും 100-150 എപ്പിസോഡ് കഴിഞ്ഞാലും ഒരു വചനം പോലും അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഇവർ വെളിപ്പെടുത്തത്തില്ല. പക്ഷെ ബൈബിൾ സ്റ്റഡി എന്നും പറഞ്ഞ് ഡയറിയും മേടിച്ച്, ബാഗും മേടിച്ച്, പേനയും 100 മേടിച്ച് കഴുത്തേലും കുത്തി വെച്ചോണ്ട് പോയിരുന്ന സ്റ്റഡിയും നടത്തിയിട്ട് വന്നിട്ട് ഒരു കോപ്പും അറിയാൻ വരാതിരിക്കുന്ന വിശ്വാസികളെ എനിക്കറിയാം. കാരണം എന്നാ? അവർക്കറിയാന്ന് എങ്ങനെ വഞ്ചിക്കണമെന്നുള്ളത്, അവർക്കറിയാം എങ്ങനെ ചതിക്കണമെന്നുള്ളത്. ചതിയുടെ മേഖലകൾ നല്ലതുപോലെ അറിയാം. തീത്തോസ് ഇപ്പോൾ നഷ്ടപ്പെട്ടു. ദൈവമേ, ആര് നിമിത്തമാണ് ഇവൻ നഷ്ടപ്പെട്ടത്? ദൈവസന്നിധി ചോദിച്ചപ്പോ അതിന് ഉറവിടം കണ്ടെത്തിയത് എവിടെയാണെന്നറിയാവോ? അത് വേറെ ഒരിടത്തുമല്ല. അത് എവിടെയാണെന്നറിയാവോ? അത് ചെന്നെത്തുന്നത് കുമ്പനാടാണ്. കേരളത്തെ നശിപ്പിക്കുന്നത്, വിശ്വാസ വീരന്മാരായ വിശുദ്ധന്മാരെ പെന്തക്കോസ്ത് ഗോളത്തെ നശിപ്പിക്കുന്ന ഇടം എവിടെയാന്ന് ചോദിച്ചാൽ അത് കുമ്പനാട് തന്നെയാണ്. അവിടെ ചെന്ന് നിന്നാൽ പൗലോസിന് വെളിപ്പെട്ട് കിട്ടും. നീ ഈ ആശ്രയിച്ച് വലിയവനാന്ന് എണ്ണിയിരിക്കുന്ന ഈ പത്രോസ് ഉണ്ടല്ലോ, ഇവൻ കള്ളനാണ്. ഇവൻ ഇന്ന് 2 തോണിയിൽ കാല് വെക്കുന്ന പാപ സ്വഭാവം ഇന്നുവരെ അവർ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇത് മാറ്റം വരണം. ദൈവസഭയ്ക്കകത്ത് വലിയൊരു മാറ്റത്തിന് വിധേയമാകണം. എന്താണ് അവിടെ കാണുന്ന ഒരു കാര്യം? എന്താണ്? സ്തോത്രം. അവിടെ വചനം പറയുന്ന എന്താണ്? പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും, ശ്രദ്ധിച്ചോ, അവന്റെ ഹൃദയത്തിൽ അവരോടുള്ള സ്നേഹം അശേഷം പോയി. ഇന്ന് കേരളത്തിലെ പെന്തക്കോസുകാരുടെ അവസ്ഥ ഇതാണ്. ഇവരോടുള്ള സ്നേഹം അശേഷം പോയി. അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും, കെ എബ്രഹാമിന്റെ കാലഘട്ടം മുതലുള്ള ചരിത്രത്തിൽ ഇവർ എന്ത് കേരളത്തിൽ ചെയ്തു കൂട്ടി എന്ന് പറഞ്ഞാലും ഇന്ന് കൃപയിലേക്ക് വന്ന പൗലോസിനെ സംബന്ധിച്ച അവരുടെ ഒരു ചരിത്രവും പൗലോസിന് ആവശ്യമില്ല. എങ്ങനെയുണ്ട്?
ഹല്ലേലൂയ. ഒന്ന് നോക്കിയേ, അതോ സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. മനസ്സിലാക്കണം, എല്ലാവരും വീഴത്തില്ല, എന്നാൽ ചിലര് വീണു പോകുന്നുണ്ട്. വീഴാത്തവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ഇന്ന് ബഹുഭൂരിഷാര് ഇതിന്റെ മുമ്പിൽ വീണ് കിടക്കുന്ന കണ്ടിരിക്കുന്നത്. ഇവർക്കറിയാം എങ്ങനെയാണ് വഞ്ചിക്കേണ്ടതെന്ന്. കൊടിയ ചെന്നായ്ക്കൾക്കറിയാം എങ്ങനെ വഞ്ചിക്കണമെന്നുള്ളത്. പൗലോസ് ഞെട്ടിത്തരിച്ചു പോയി. കാര്യം, താൻ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര പ്രസിദ്ധരായിരുന്ന ഇവരെ, ദൈവതുല്യമായി കണ്ടിരുന്ന ഇവര് ഇങ്ങനെ ആയിരുന്നോ എന്നുള്ള നഗ്ന സത്യം അറിഞ്ഞപ്പോൾ, എന്റെ ഭാഷയിൽ പറയാം, പൗലോസ് ഞെട്ടി വിറച്ചുപോയി. അല്ലേ? അവിടെ വായിക്കുന്ന എന്താണ്? പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ലെന്ന് ഇങ്ങനെ പറയാൻ കേരളത്തിലെ പെന്തക്കോസുകാർ ഈ വിഷയത്തിൽ പഠിച്ചാൽ വിടുതലാണ്. എനിക്ക് ഈ വിഷയത്തിൽ ഇവരോടുമായിട്ട് ബന്ധമില്ല, എനിക്ക് അവരുടെ ഒരിടപാടുമില്ലെന്ന് തീരുമാനിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളത്. അത്രയും വിഷയമുള്ളൂ. അങ്ങോട്ട് പോകണ്ടെന്നേ, അവിടെ കൂടണ്ടെന്നേ. അവരുടെ സ്തോത്രത്തിന് ഒന്നും പറയണ്ട. അവിടെ കിടന്ന് കാള എന്താ പറയുന്നത്, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അടിവാരത്ത് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധന നടത്തിയതുപോലെ തന്നെയുള്ള പരിപാടി മാത്രമാവുന്നുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ പൊന്നോ വെള്ളിയോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. ആമേൻ. എത്ര ദൈവദാസന്മാർക്ക് പറയാൻ കഴിയും, അല്ലെ? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങളുടെ സ്തോത്രം പൊന്നോ വെള്ളിയോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ മടങ്ങി വരുന്ന സമയത്ത് മനസ്സിലാക്കണം, സഭയെ സത്യം തുറന്നു പറയുവാൻ, ഉള്ള സത്യം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇനിയുള്ള കാലത്തിലെങ്കിലും ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സ്വർഗം സഹായിക്കട്ടെ. കേരളം ഒന്ന് മടങ്ങി വരുവാൻ ഇടയാകട്ടെ. അനേക വിശുദ്ധന്മാർ അവരുടെ വീണ്ടെടുപ്പ് അടുത്തുനിന്ന് അറിഞ്ഞ് ഭക്തിയോടും വിശുദ്ധിയോടും മാനസാന്തരത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗത്തിൽ ദൈവം അവരെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക്